പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. Lord. പ്രാർത്ഥിച്ചു തുടങ്ങി. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഗൂഗിൾ മീറ്റുമായി കർത്താവേ അപ്പന്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന കർത്താവേ, കർത്താവേ ഇന്ന് നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ആരാധനകള്, സ്തോത്രയാഗങ്ങള്, പ്രാർത്ഥനകള്, വചന സന്ദേശം എല്ലാം അപ്പന്റെ പുണ്യപാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന കുടുംബങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വരാനിരിക്കുന്നവരെ എല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമല്ലാത്ത ഒന്നും കർത്താവെ ഗ്രൂപ്പിൽ കയറുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുനാമത്തിൽ തന്നെ ആമീൻ. മാംസമുണ്ട പാട്ട് പാടാറുണ്ടല്ലോ. ആമീൻ. സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ സ്തോത്രം. രാത്രികാലോടെ ഞങ്ങളെ സമ്പൂർണ്ണമായി നടത്തിയിരിക്കുന്നു. പാടുവാനോ പ്രാർത്ഥിപ്പാനൊക്കെ എടുത്ത കൃപ കൊണ്ട് നിറയ്ക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം പാദമെടുത്തിരിക്കുമ്പോൾ കർത്താവ് എടുത്ത സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വചനത്തിലേക്ക് അടിയങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുവാനൊക്കെ നമ്മെ സഹായിച്ചു മരണം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാനും സ്തുതിപ്പീൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവീൻ യേശുരാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവീൻ യേശുരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേനെന്റെ ഉള്ളത്തിൽ വന്നതി. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. നന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറും. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടനെ ആ സമൂഹമതില്ലെന്നുകർത്തനുമ ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതില്ലെന്നുകർത്തനുമ ആർത്തുഘോഷിക്കും സന്തോഷത്താ. പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ ജീവനെ നൽകിയാവേ. പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ ജീവനെ നൽകിയാവേ. വീണ്ടും വന്നിടുമേ മേഘവാൻ എനക്കും കോടകോ
കോടാകോടിതൻ ദൂതരുമായി ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാ കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാടാനെന്നോട് കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാടാനെന്നോട് പാലിൽ തട്ടതകൾ ഏറും ദിനം തോറും കാന്താവേഗം നീ വന്നിടണേ പാലിൽ തട്ടതകൾ ഏറും ദിനം തോറും കാന്താവേഗം നീ വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാ തുതിപ്പേൻ തുതിപ്പി എന്ന് സ്തുതിച്ചിടും യേശുരാജാതിരാജാവിനെ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു എത്രയോ വിചിത്രമേ സുരക്ഷക ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു എത്രയും വിചിത്രമേ സുരക്ഷക എത്ര ദൂരം തോടില്ല അത്ര കാത്തു എത്ര തോടില്ല അത്ര കാത്തു തള്ളിക്കളഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ തള്ളിക്കളഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതില്ലെന്റെയും നീ ചൂടുള്ളോരപ്പവും കുളിരിനായി ചൂടും പകർന്നു ചൂടുള്ളോരപ്പവും കുളിരിഞ്ഞു ചൂടും പകർന്നു എത്ര ദൂരം അങ്ങരെ തോന്നില്ല അത്ര നേരം കാത്തു നിന്നെ എത്ര ദൂരം അങ്ങരെ തോന്നില്ല അത്ര നേരം കാത്തു നിന്നെ ദോഷിൽ കിടന്നപ്പോൾ കാരിരും പാണിയല്ല വേദന ദോഷിൽ കിടന്നപ്പോൾ കാരിരും പാണിയല്ല വേദന
നാശത്തിലായവരെ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോധനം. നാശത്തിലായവരെ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോധനം. എത്ര ദൂരം അങ്ങേത്തോടില്ല അത്ര നേരം കാത്തുനിന്നേ. എത്ര ദൂരം അങ്ങേത്തോടില്ല അത്ര നേരം കാത്തുനിന്നേ. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു എത്രയോ വിചിത്രമേ സുരക്ഷക. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു എത്രയോ വിചിത്രമേ സുരക്ഷക. എത്ര ദൂരം അങ്ങേത്തോടിയാൽ അത്ര നേരം കാത്തുനിന്നേ. എത്ര ദൂരം അങ്ങേത്തോടിയാൽ അത്ര നേരം കാത്തുനിന്നേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് പെൺമാമിച്ച് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മാതാവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് സങ്കീർത്തനം വായനയ്ക്കുള്ള സമയമാണ്. അതിനായി മോനിഷയെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ വായിക്കുന്നത് 12-ാം സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെ ഒക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ. ഞങ്ങൾക്കു യജമാനൻ ആർ എന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനം നിർമ്മല വചനം ആകുന്നു. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവേ, നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്നും നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ഈ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് അഷ്ടരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ഇത്. ഇതിനകത്തെ ആദ്യത്തെ വാക്യം പറയുന്നത് യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കാരണം ഈ സങ്കീർത്തനത്തില് വിശ്വസ്തന്മാരും കുറഞ്ഞു പോകുന്നതിന്റെ ഒരു വിഷമത്തോട് സങ്കീർത്തനക്കാർ ഇതിനെ വിവരിക്കുന്നതാണ്. അപ്പൊ ഭക്തന്മാർ ഈ ദേശങ്ങളിലെ ഈ തലമുറകളിൽ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നത് കണ്ടപ്പം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇത്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാരില്ല, വിശ്വസ്തന്മാരില്ല, അവരെല്ലാരും കുറഞ്ഞു പോയിരിക്കുന്നെന്ന് പറയും. ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരു മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കാരണം ഒരു വ്യക്തി പോലും ഇവിടെ ഭക്തരായിട്ടില്ല, കാണുന്നില്ല. ഭക്തന്മാര് കുറഞ്ഞു പോവുകയാണ്. അവനവന്റെ കൂട്ടുകാരനെ പോലും വിശ്വസിക്കുന്നില്ല. അവരോട് വ്യാജം സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അവരോട് വ്യാജം സംസാരിക്കുന്നു. അവർ കപടമുള്ള അധരത്തോടെയാണ് സംസാരിക്കുന്നത്.
കപടമുള്ള അധരങ്ങളെ ഒക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് വഞ്ചനയോട് സംസാരിക്കുക, കപടം സംസാരിക്കുക, വ്യാജം സംസാരിക്കുക. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതിനകത്ത് പറയുന്നേ, വഞ്ചനയുള്ള നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയും. കാരണം വാചാലന്മാരെപ്പോഴും അങ്ങനെയാണല്ലോ. വാചാലന്മാർക്ക് പറയും, ഞങ്ങളുടെ സംസാരം കൊണ്ട് ഏത് വിധത്തിലാണെങ്കിലും അവര് പറയുന്നുണ്ടെങ്കിൽ അവര് പറയുന്ന ഭാഗങ്ങൾ ജയിക്കും, അവര് പറയുന്നതാണ് കറക്റ്റ് എന്ന് വരുത്തിക്കൂട്ടും. ബട്ട് ദൈവം അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. യഹോവ വഞ്ചനയുള്ള നാവിനെയും വ്യാജമുള്ള അധരത്തെയും വെറുക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് അത് സങ്കീർത്തനത്തിലുള്ള വഞ്ചനയുള്ള നാവേ നിനക്ക് കഷ്ടം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് വഞ്ചനയുള്ള നാവ്. പിന്നെ 5-ാം വാക്യം പറഞ്ഞ്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. യഹോവ പറയാണ്, ഇവിടെ ദൈവം പറയാണ്, ഈ എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ ദീർഘശ്വാസവും നിമിത്തം ദീർഘമായി അവര് നെടുവീർപ്പിടുകയാണ് എളിയവര്. അപ്പൊ അവരുടെ കഷ്ടം കാണുമ്പോൾ ദൈവം ഒരിക്കലും ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കാരണം എളിയവരെ ദൈവം അത്രമാത്രം മാനിക്കുന്നുണ്ട്. അത് പറയാണ്, അപ്പൊ ദൈവം എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. ഏതിലെ? രക്ഷയിലേക്കാക്കും. ഒരു മനുഷ്യൻ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ദൈവത്തിന്റെ ഈ രക്ഷാകരമായ വചനത്തിൽ കൂടെ പോണം, എനിക്ക് അത് മനസ്സിലാക്കണമെന്ന് മനസ്സോടെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, മനസ്സോടെ അത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവ് വന്ന് കൈവിട്ട് കളയത്തില്ല. അവർക്ക് ആ രക്ഷ അവിടെ കൊടുക്കുമെന്ന് ഇവിടെ പറയുകയാണ്. അതിലേക്കാക്കും, ഞാൻ അതിലേക്കാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനം നിർമ്മല വചനം ആകുന്നു. നിലത്ത് ഉലയിൽ ഉരുകി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ദൈവത്തിന്റെ വചനത്തിൽ ഒരു മായവുമില്ല. അത് വന്ന് ശുദ്ധി ചെയ്ത പൊന്നിനെക്കാളിലും വെള്ളിയെക്കാട്ടിലും അതിമനോഹരമാണ് ആയതാണ് നമ്മുടെ ദൈവത്തിന്റെ വചനം. അതിൻ്റെ അകത്ത് ഒന്നും കൂട്ടിച്ചേർക്കാനും കൊണ്ട് അതിനകത്ത് ഒരു കലർപ്പും ഇല്ലാത്തതാണെന്ന് ഇവിടെ പറയാണ്. അത് വന്ന് നമ്മൾ പൂർണ്ണമായി അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി. വചനത്തിൽ എന്ത് പറയുന്നോ അത് കണ്ണു അടച്ച് ഒരു അന്ധനെ പോലെ വിശ്വസിക്കുന്നവനെ ദൈവം അത്രയധികം ദൈവത്തിന് ഇഷ്ടമാണെന്ന് ഇവിടെ പറയുകയാണ്. 7-ാം വാക്യം 7-8 വാക്യം കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുകയാണ്. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്നും നീ അവരെ എന്നും സൂക്ഷിക്കും. ഈ നിർമ്മലമായിരിക്കുന്നവരെയും ദൈവത്തിന്റെ വചനത്തിൽ ആഗ്രഹിക്കുന്നവരെയും, ദൈവത്തിന്റെ വചനം എനിക്ക് വേണം എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നവരെയും ദൈവം എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. കാരണം മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ എല്ലാ മനുഷ്യരും വന്ന് ദൈവത്തിലേക്ക് ചാഞ്ഞു വരുന്നില്ല. ബട്ട് ഇന്ന് നമ്മളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കാണും, നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം കാണാം, നീതിമാന്മാരെ കാട്ടിൽ കൂടുതലും വഷളത്വം പ്രവർത്തിക്കുന്നവരാണ്. വഷളത്വം അത് ഈ ഭൂമിയിൽ പ്രബലപ്പെടുമ്പോൾ അത് ദുഷ്ടന്റെ പ്രവൃത്തിയാണല്ലോ ഈ വഷളത്വം. അപ്പൊ ദുഷ്ടന്മാർ ഈ ലോകത്തിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ അപ്പനെ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുക. നമ്മൾക്കറിയുന്നവരോട് നമ്മൾ ഈ ദൈവവചനം പറഞ്ഞു കൊടുക്കുക. ഒരു മനുഷ്യരോടെങ്കിലും ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും ദൈവത്തിന്റെ വചനം നമുക്ക് പറയാൻ നമ്മളെ തന്നെ കൂടുതൽ ഒരുക്കേണ്ടതാണ്. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ അടുത്തുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവവചനം സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ കേൾക്കും. അവർ കേട്ടോ കേട്ടില്ലയോ? നമ്മൾ ഒരു ദിവസം
ഒരു വാർത്തയെങ്കിലും ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് നമ്മൾ നാണിക്കാതെ നമ്മൾ നമ്മുടെ അപ്പന്റെ നാമം ഉയർത്തണം. അതാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളവരെ അവരുടെ തലമുറയോളം ദൈവം അവരെ കാത്തു പരിപാലിക്കും. ആമേൻ. ആമേൻ ആമേൻ. ഇനി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അനേക വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് ആദ്യമായി നമ്മുടെ സൂം മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ സൂം മീറ്റ് കടന്നു വന്ന കുടുംബങ്ങളെയും കടന്നു വരാനുള്ളവരെയും എല്ലാവരെയും ഓർത്ത് സിസ്റ്റർ ഗ്രേസ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം സ്തോത്രം. കർത്താവേ അപ്പാ, ലോകമെമ്പാടും കർത്താവേ അപ്പച്ച ഇന്ന് പകൽക്കാലം ആചരിക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം അതൊരു എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഭൂമിയുടെ മുഖത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, തീരാവ്യാധികളിൽ നിന്ന് കർത്താവെ, ഒരു വർഷക്കാലം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും എല്ലാം സൂക്ഷിച്ചപ്പൻ്റെ കരുതലിനായി, സ്നേഹത്തിനായി, വിശ്വസ്തതയ്ക്കായി, കോഴുതൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടി പരിപാലിച്ച പ്രകാരം കാത്തു പരിപാലിച്ച കരുതലിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി നിറഞ്ഞറിയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീര്, ഞങ്ങളുടെ കാലിന് വീഴ്ചയെന്നൊക്കെയും വിടിവിച്ച കർത്താവേ, ഇന്ന് രാത്രി കർത്താവേ ഞങ്ങളെ തന്നെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ അപ്പാ, അവിടുന്ന് കാണിച്ച താഴ്മ മറ്റുള്ളവരുടെ കാലുകളെ കഴുകിയത് കർത്താവേ അപ്പച്ച, ഞങ്ങളും അങ്ങയുടെ താഴ്മയുള്ളവരായി കർത്താവേ, എങ്കിലുള്ള പാവം തന്നെ ഞങ്ങൾ ഉണ്ടാകുക. എൻ്റെ കർത്താവ് രാജാതിരാജാവായി ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വാഴുന്നു ഓർത്ത് കർത്താവേ അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടി വരിക കർത്താവേ അപ്പാ, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ കർത്താവെ, സങ്കീർത്തനം പ്രബോധിപ്പിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ചവാൻ കൃപയ്ക്കായി സ്തോത്രം. ഓരോ ദിവസവും നടക്കുന്ന ഈ കൂടി വരവ് കർത്താവേ അപ്പച്ച, ഞങ്ങൾക്ക് ആർക്കും കുറ്റത്തിന് ശിക്ഷാവിധിക്കും കാരണമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നല്ല കർത്താവേ. ദേശത്തെല്ലായിടവും ഇഷ്ടത പ്രബലപ്പെടുമ്പോൾ കർത്താവേ, അവിടെ നീതി തലമുറകളിൽ കർത്താവേ ഞങ്ങളെ സൂക്ഷിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്ര. യഹോവയുടെ വചനം നിർമ്മല വചനം കർത്താവ്, ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്തതാ കർത്താവ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയാകയാൽ ഞങ്ങൾ അങ്ങയുടെ വചനത്തിലും അങ്ങിലും ആശ്രയിക്കുക കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാഗൽഭ്യത്തോടെ നിന്റെ സന്നിധിയിൽ അടുത്ത് വരും കർത്താവേ അപ്പാ. രാത്രി കാലം ഓരോ കുടുംബങ്ങളെ പേര് പറഞ്ഞേൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവേ സ്തോത്രം. ഇന്ന് രാത്രി കാലം ആരാധന ലീഡ് ചെയ്യുന്ന മകളെ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകളുടെ ഹൃദയത്തിന്റെ നിലവാരം പറഞ്ഞ് പ്രവർത്തിക്കണമേ കർത്താവേ. ഭാരമേറിയ പലവിധമായ വിഷയങ്ങൾ ജീവിതത്തിലുള്ളപ്പോഴും കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ജയോത്സവമായി എല്ലായിടത്തും യേശുക്രിസ്തു മുഖാന്തരച്ചയമെന്ന് പറയുക. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ അപ്പച്ച. കുഞ്ഞുങ്ങളെ 3 പേരെ ഏൽപ്പിക്കും, തലമുറകളെ എല്ലാം രക്തം കൊണ്ട് വചനം കൊണ്ട് മുദ്രയിടുന്നു കർത്താവേ സ്തോത്രം അപ്പ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ സ്വർഗത്തിലെ അപ്പൻ അറിയുന്നല്ല കർത്താവേ. അഞ്ജലി ഓർത്ത് പ്രാർത്ഥി, വേഗത്തിൽ അവർക്ക് നല്ലൊരു വിവാഹം നടക്കുക. ഇനി താമസിക്കല്ലേ അപ്പച്ച. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അപ്പ. വേഗത്തിൽ നിന്റെ പൈതളുടെ മനസ്സ് മാറ്റി നല്ലൊരു വിവാഹം കർത്താവ് അവൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി മറച്ചു പിടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ സ്തോത്രപ്പ. യേശുവേ, മുനിമ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അരണച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പ. സങ്കീർത്തനം പ്രബോധിപ്പിപ്പാൻ നിന്റെ മകൾ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രപ്പ. കുഞ്ഞുങ്ങളെ 2 പേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. നിധിയെയും സച്ചിനെയും കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. നീവിയെ ഓർത്ത് അവളോട് പറഞ്ഞ വാക്തത്വങ്ങളൊക്കെ നിറവേറട്ടെ കർത്താവേ. വാക്തത്വം ചെയ്ത ദൈവം അങ്ങ് കർത്താവേ
അവിടെ നിവർത്തിപ്പാൻ ശക്തനാണല്ലോ കർത്താവെ. അവൾക്ക് നല്ലൊരു വിവാഹവും നല്ലൊരു ഭാവിയും ഒക്കെ ഒരുക്കി കൊടുക്കണമേ കർത്താവെ. ഷേർലിയെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 5 മാസക്കാലം യുക്കയുടെ മണ്ണിലായിരിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തല്ലോ അപ്പാ. വരുന്ന മാസം നിന്റെ മകൾ നാട്ടിലേക്ക് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി കൊടുക്കണം. യാത്രയിലൊക്കെ കൂടിയിരിക്കണം കർത്താവ്. യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുവാനിടയാക്കല്ലേ. കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകളുടെ പ്രാർത്ഥനാ വിഷയം ഏൽപ്പിക്കുന്നു കർത്താവെ. തിരിഹിതം പോലെ അപ്പച്ച അവിടുന്ന് ആ കുടുംബങ്ങളെ പറിച്ചു മറ്റൊരു രാജ്യത്ത് അവിടുന്ന് താമസിപ്പിച്ച് അങ്ങയുടെ നാമമഹത്വമായി തീരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രപ്പം. ജെഫിനി ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സിൻഡീസിന്റെ മട്ടിലായിരിക്കുമ്പോ ദൈവമേ എൻ്റെ മകൻ ഞങ്ങളോട് കൂടിയിരിക്കുന്നു. എൻ്റെ മകൻ്റെ ജീവിതത്തിനും അതൊരു അനുഗ്രഹമായി തീരണം കർത്താവെ. അപ്പ കർമ്മേൽ ഗ്രൂപ്പിൽ കയറുന്ന ഒരു കുടുംബം പോലും നിരാശരായി പോകുവാനിടയാക്കല്ലേ അപ്പ. അവിടെ എല്ലാ വിഷയങ്ങൾക്കും സ്വർഗത്തിലെ അപ്പൻ മറുപടി കൊടുത്തു എന്ന് പറയുവാൻ അസാധാരണ സാക്ഷ്യങ്ങളായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാഹചര്യമൊക്കെ അനുകൂലമാക്കി കൊടുക്കണം. ലീഡ് ചെയ്യാന്, സങ്കീർത്തനം പ്രബോധിപ്പാൻ, വചന ശുശ്രൂഷയ്ക്ക് പാടുവാന്, പ്രാർത്ഥിക്കുവാനൊക്കെ സാഹചര്യം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പ. സ്വോത്രം ബിന്ദുവിനെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പൊ ആര്യെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മകൾക്ക് വേണ്ടി വഴിയും വാതിലും ഒക്കെ വേഗത്തിൽ തുറന്നു കൊടുക്കണമേ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തര സകലത്തിന് മതിയായ കർത്താവെ. അവിടെ ബലഹീനതകൾ കർത്താവ് അങ്ങ് സഹതാപം കാണിപ്പാൻ കഴിവാത്തവനല്ലല്ലോ കർത്താവെ. എൻ്റെ മകളെ ശക്തിയോടെ അങ്ങയുടെ നാമമഹത്വമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങളെ ബിന്ദു വിജയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഏൽപ്പിക്കുന്നു അപ്പ. ജീവിത പങ്കാളിയെ തലമുറകളെ ഏൽപ്പിക്കുന്നു കർത്താവ്. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പൈതൽ യുകെയിലായിരിക്കുന്നല്ലോ കർത്താവെ. ഈ ദിവസങ്ങളിൽ അവൾക്ക് ട്രെയിനിങ്ങിന്റെ സമയം കർത്താവെ. ട്രെയിനിങ് നല്ലതായി പെർഫോം ചെയ്യുക കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാൾ ജീവിതത്തിൽ കാണുവാൻ സമ്മതിക്കല്ലേ അപ്പൊ. അസാധാരണ ദൈവപ്രവൃത്തിയുടെ നാളുകളാക്കി തീർക്കണം. നിന്റെ മകളെ മാനിക്കുമാറാകണം, ശക്തിപ്പെടുത്തണം. യഹോവയെങ്കിലെ ബലം അവിടെ സന്തോഷമായിരിക്കുവാൻ സഹായിക്കണം കർത്താവെ. ആയിരിക്കുന്ന സാഹചര്യങ്ങളെ, സ്ഥാനങ്ങൾ കർത്താവെ, ജോലി മണ്ഡലങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകണം. വിസയൊക്കെ ലഭിക്കുവാൻ, വിസ കട്ടായി പോകുവാൻ സമ്മതിക്കല്ലേ കർത്താവെ. നിന്റെ മകൾ ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ടായി മാറണം. മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നേർന്ന ഹൃദയവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹന്ന ഹൃദയം പറഞ്ഞതുപോലെ എന്റെ മകൾ ദൈവസന്നിധി ഹൃദയത്തെ പകരുമ്പോ കർത്താവെ എന്റെ മകളെ മാനിക്കണം. ഹൃദയത്തിന്റെ നിലവാരം അറിയണം. മാതാവിനെ, സഹോദരിയെ ഒക്കെ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ മാതാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച കണ്ണിന്റെ തിമിരത്തിന്റെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ എൻ്റെ കർത്താവ് എടുത്തു മാറ്റണം. ഇനിയൊരു കത്തി തൊടുവാൻ സമ്മതിക്കാതെ വണ്ണം ആ ശരീരാത്മദേഹങ്ങളെ ദൈവം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച കാഴ്ചയില്ല എങ്കിൽ ഒന്നുമില്ലല്ലോ കർത്താവെ. കാഴ്ചയെ വർദ്ധിപ്പിക്കുവാൻ അങ്ങയുടെ കരം മതിയായതാ കർത്താവെ. അപ്പൊ അനേക പ്രിയപ്പെട്ടവർ കണ്ണിന്റെ ബുദ്ധിമുട്ടുകളാൽ, കാഴ്ചയുടെ ബുദ്ധിമുട്ടുകളാലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നിന്റെ മകളെ സഹായിക്കണം. മോളിമാമയെ കുടുംബം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമൊക്കെ ശാരീരിക ക്ലേശങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും നിന്റെ മകൾ കൊടുത്ത വലിയ വിടുതലുകൾക്കായി സ്തോത്രം. അപ്പ ശ്വാസം മുട്ടിന്റെ ബുദ്ധിമുട്ട്, പ്രയാസമൊക്കെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. മരണനില താഴ്വരെ കൂടി കടന്നാലും നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവം കർത്താവേ. അപ്പച്ച എന്റെ ദൈവമേ, എന്റെ മകളുടെ ശരീരാത്മദേഹങ്ങളെ ബലപ്പെടുത്തണം. പിഞ്ചു വൈതലയത്തം കൊണ്ട് വചനം കൊണ്ട് മുദ്രയിടുന്ന കർത്താവെ. തലമുറകളെ 3 പേരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ, സ്ഥാനങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കണം, പരിപാലിക്കണം. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ കരുതലുണ്ടാകണം. മോളി ശാമുവേലിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അലഹബാദിന്റെ മണ്ണിൽ കർത്താവ് സൂക്ഷിക്കണം, പരിപാലിക്കണം. ആകെയിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തെ ശക്തമായി ആരാധിക്കുവാൻ, യഹോവയിൽ കർത്താവെ ആനന്ദിപ്പാൻ, ദൈവമേ കുടുംബമായ ആരാധനയ്ക്ക് പോകുവാൻ, മിസ്രൈമ്യ ശക്തികളെ അവിടുന്ന് ദൂരീകരിച്ച് അപ്പൊ ദൈവസന്നിധി മുട്ടുമടക്കുവാൻ ജീവിത പങ്കാളിയെയും തലമുറകളെയും ഒക്കെ സഹായിക്കണം കർത്താവെ. ആ ദേശം അവകാശമാക്കി കൊടുക്കുമാറാകണമെന്നേ പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രപ്പാ സ്തോത്രം. സുശീലസ്ര കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. എന്റെ മകളെ ജീവിത പങ്കാളിയെ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. അപ്പൊ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ കർത്താവെ? ഞങ്ങൾക്ക് പലതും അസാധ്യമാ കർത്താവെ. അസാധ്യങ്ങളെ
കാര്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥി. ജയസ്മിസ്ട്രെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥി. യുദ്ധ പങ്കാളി ഏൽപ്പിക്കുന്നു, കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. നാട്ടിലായിരിക്കുന്നല്ല കർത്താവെ അപ്പച്ചാ, നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ കർത്താവെ നിന്റെ മകളെ സഹായിക്കും. നെറ്റിന്റെ വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവെ, യാത്രകൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കർത്താവെ ഒരു കൂട്ടം ജനത്തെ നിന്റെ മകൾക്ക് അവിടുന്ന് വേർതിരിച്ചു കൊടുത്ത് കർത്താവെ ദേശത്ത് കൂട്ടായ്മ ആചരിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. ബോംബെയുടെ പട്ടണത്തിലൊക്കെ ദൈവം മാനിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിയെ, ജൈനിയെ, ജീവിത പങ്കാളിയെ, മാതാവിനെ, പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മകളെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ യോർദാനെ കീറി മുറിച്ച കർത്താവ് യേശുവെ എല്ലാ തടസ്സങ്ങളെയും വെട്ടി കർത്താവെ അപ്പ അക്കരെ കടക്കുവാൻ സ്വർഗമിടയാക്കണം. പുരോഹിതന്മാരുടെ കാല് അപ്പച്ചാ യോർദാന്റെ അപ്പച്ചാ കരയിൽ വെള്ളത്തിൽ കാല് വെച്ചപ്പോൾ വലിയ വിടുതലുകൾ സംഭവിച്ചതുപോലെ കർത്താവെ നിന്റെ മകളി പെട്ടവും കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുതലും അത്ഭുതങ്ങളും കർത്താവെ അടയാളങ്ങളും വെളിപ്പെടുത്തുമാറാകണം കർത്താവെ. അപ്പ പൈതലിനെ ഒരു വഴിയും വാതിലും ഒക്കെ തുറന്നു കൊടുക്കണമേ കർത്താവെ. അവർ നടക്കുന്ന കാറ്ററിങ്ങിനെയൊക്കെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ചാ യഹോവ കർത്താവെ വൻകാര്യങ്ങളെ ചെയ്ത് സഹായിക്കണേ. യഹോവേ വലിയ കാര്യം ചെയ്തെന്ന് പറയുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സാറമ്മ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. തമ്പിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അനുവിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ അനീഷിന് വേണ്ടി വേഗത്തിൽ ഒരു വിവാഹം നടക്കുവാൻ കർത്താവ് ഒരുക്കി വെച്ചത് കർത്താവെ വെളിപ്പെടുത്തണം. ഇനിയും താമസിക്കല്ലേ, തടസ്സങ്ങളെ മാറ്റിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. വേഗത്തിൽ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം 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 കർത്താവെ. ഒരു കാര്യം സാധ്യമല്ലല്ലോ കർത്താവെ. കാനായിലെ കല്യാണത്തിന് കുറവ് തീർത്തതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അനേക വിവാഹങ്ങൾ കർത്താവെ വേഗത്തിൽ നടക്കാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അത് വിശ്വാസ കണ്ണാൽ കാണുന്നു കർത്താവെ. അപ്പാ നടക്കട്ടപ്പ, അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അപ്പൊ റോഷനെ എന്ന് പറഞ്ഞവൻ ഡിവൈസിൽ കയറിയിരിക്കുന്ന സിസ്റ്ററെ കുടുംബമായി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി നിന്റെ മകൾക്ക് ഒരു അനുഗ്രഹമായി തീരണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഏൽപ്പിക്കുക കർത്താവെ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ഇറങ്ങി എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി കയറുവാൻ അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. അപ്പൊ അവിടെ എവിടെയായി കൺവെൻഷനുകളും പ്രാർത്ഥനകൾക്കും ഒക്കെ പോയിരിക്കുന്നല്ലോ കർത്താവിടെ യാത്രകളിൽ കൂടെ ഇരിക്കണം. സൂസമ്മയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ മകളും നാട്ടിൽ പോയിരിക്കുന്നല്ല കർത്താവേ. അപ്പ യാത്രകളിലും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കണം കർത്താവ്. എവിടെയായിരുന്നാലും ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച എന്റെ മകൾ ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ ദൈവമേ. എല്ലാവർക്കും വേഗത്തിൽ വേഗത്തിൽ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവെ. മച്ചി എന്ന് വിളിച്ചവർക്ക് 6-ാം മാസം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലപ്പാ. ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കാണുക കർത്താവെ. അപ്പച്ച അങ്ങനെ അപ്പാ ഓരോ കുടുംബങ്ങൾ രാധശ്രയ കുടുംബമായി ഓർത്തു പ്രാർത്ഥിക്കുക കർത്താവെ. ആശയ കുടുംബമായി മാതാപിതാക്കന്മാരെ സഹോദരനെ ഒക്കെ ഓർക്കുന്ന അവർക്കും വേഗത്തിൽ വിവാഹത്തെ നടക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ യേശുവേ ലിൻസിയെ കുടുംബമായി ഓർത്തു പ്രാർത്ഥിക്കുക കർത്താവെ. എന്റെ മകളെയും സഹായിക്കണം. പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ വേഗത്തിൽ നിറവേറട്ടെ കർത്താവെ. ഇന്ന് രാത്രി കാലം വചനവുമായി നിൽക്കാൻ പോകുന്ന ദൈവദാസനെ കുടുംബം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. UK-യുടെ മണ്ണിൽ അപ്പാ നിന്റെ മകനെ അവിടുന്ന് സഹായിക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്ര. ശക്തമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമേ ഈ കാലഘട്ടത്തിൽ നിന്റെ മകനെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണം കർത്താവെ. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപാവരങ്ങൾക്കായി സ്തോത്ര. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ പ്ലിമൂത്തിന്റെ പട്ടണത്തിൽ തെക്ക് നിന്ന് വടക്ക് നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് ജനം ഓടിക്കൂടട്ടെ കർത്താവെ. അപ്പ കർമ്മേലിൽ കയറിയത് അനുഗ്രഹമായി തീരണമേ കർത്താവെ. മനോജ് ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൻ കുവൈറ്റിലായിരിക്കുമ്പോൾ കർത്താവെ ജോലിയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നല്ലോ കർത്താവെ. നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെ മാനിക്കണമേ. അപ്പൊ ആദരിക്കുമാറാകണം കർത്താവെ. ഖോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ച ദൈവ കുടുംബത്തെ ആദരിക്കണം. സന്ധ്യശ്രേ ഏൽപ്പിക്കുന്നു, ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. നടത്തുന്ന എല്ലാ സൂം മീറ്റിങ്ങുകൾ, മറ്റ് ലൈവ് മീറ്റിങ്ങുകൾ കർത്താവെ. നാളെ 7 പേരുടെ സ്നാനം കർത്താവെ ജോസഫ് പാസ്റ്ററുടെ സഭയിൽ നടക്കുവാൻ കർത്താവെ ഇരിക്കുന്നല്ലോ അപ്പച്ച.
അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവില ശുശ്രൂഷ ചെയ്തെടുക്കുക കർത്താവ്. അവിടെ സഹായിക്കണം. കൂടുന്ന എല്ലാ ജനങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പി അങ്ങയുടെ നാമമഹത്വമായി തീരണം കർത്താവ്. കുടുംബ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്നല്ലോ അപ്പ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ കഴിയുകയില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ബലഹീനരെന്നാല് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാകയാ. ഞങ്ങളെല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. പ്രയർ ഗ്രൂപ്പ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും കയറിയ സകല ദൈവദാസന്മാരെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കും. സാജൻ പാസ്റ്ററെ കുടുംബമായി, എബി പാസ്റ്ററെ കുടുംബമായി, ബിനോയ് പാസ്റ്ററെ കുടുംബമായി കർത്താവെ അനേക സഹോദരന്മാരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയല്ലോ. അവരെല്ലാം നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ കർത്താവെ. ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ അവരെയും ഞങ്ങൾ അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാവുമ്പോ കർത്താവെ വിശ്വസിക്കുന്ന നമുക്കത് ദൈവശക്തിയാകയാ. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ ശക്തിയിൽ ഇരിക്കട്ടെ. അങ്ങയുടെ മഹത്വം കണ്ട് കർത്താവെ ആരാധിപ്പാ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അടിയനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം എന്ന് കയറിയ എല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമീൻ ആമീൻ. കർത്താവെ, നമ്മുടെ കുടുംബങ്ങളെ എല്ലാം വഹിച്ച് കർത്താവെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി നൽകി മാനിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച സഹോദരിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ദുസ്ഥിതികളെ കുറിച്ചെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ട് സുശീല മേസ് ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസനും വാക്കുമാറാത്തവനുമായി ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ധ്യവേളയിൽ കർത്താവെ ഞങ്ങൾ ഒരുമനപ്പെട്ട ഐക്യമത്യത്തോടെ പിതാവെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ആയിരിക്കുന്നല്ലോ കർത്താവെ. കർമ്മൽ ഗ്രൂപ്പിനെ പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവെ. പ്രിയമകൾ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് അപ്പായുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വന്നല്ലോ വീണ്ടും ഞങ്ങൾ പല വിഷയങ്ങളുമായി കർത്താവെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം കുറിയേട്ടില്ല, കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ആ ചെവി മന്ദമായിട്ടുമില്ലപ്പാ. എന്റെ പിതാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കൈകളുടെ വെടിപ്പ് കുറവെന്ന് ഞങ്ങൾ പൂർണ്ണമായി സമ്മതിച്ചുകൊണ്ട് ഞങ്ങളുടെ കുറവുകളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അതൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഒരു തടസ്സമായി നിൽക്കുവാൻ എന്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ആരും പൂർണ്ണരല്ല കർത്താവെ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങളുടെ കുറവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ വലിയവനായ ദൈവം കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. വിദേശ ഇന്ത്യ മഹാരാജ്യത്തെ എന്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കൊച്ചു കേരളത്തെ എന്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. സ്വദേശത്തും വിദേശത്തും ദൈവനാമത്തിന്റെ കർത്താവെ അങ്ങയുടെ വയലിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെയും കുടുംബത്തെ എല്ലാം ഞങ്ങൾ പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവെ. ഞാൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, നമ്മുടെ പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവ നമ്മൾക്കൊരപ്പൻ സ്വർഗത്തിലുണ്ടല്ലോ കർത്താവെ. എന്റെ പിതാവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തലയിൽ ഒരു രോമം നിലത്ത് വീണാൽ അതെന്റെ പിതാവ് അറിയുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ എന്റെ കാശിന് 5 കുരുകിലിനെ വിറ്റാൽ അതിലൊന്ന് നിലത്ത് വീണാൽ എന്റെ അപ്പയെ അറിയും. പിന്നെ അപ്പ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മഴ എത്ര ശക്തമായി പെയ്തിറങ്ങിയാലും അതൊന്ന് തോരാതിരിക്കുമോ കർത്താവേ. യേശുവേ നന്ദിയപ്പ, നന്ദി പിതാവേ. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ, എത്രയോ ദൈവദാസന്മാർ അപ്പായെ നിന്റെ നാമത്തിന് വേണ്ടി യാതൊരു തെറ്റും ചെയ്ത പീഡകൾ അനുഭവിക്കുന്ന ദൈവമേ, ജയിലറയിൽ പാർക്കുന്ന അവരുടെ തലമുറകൾ അനാഥപ്പെട്ടു പോകുന്ന കർത്താവെ എല്ലാം എന്റെ അപ്പ സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടല്ലോ ദൈവമേ. എല്ലാ ഭൂസീമവാസികളെയും ഞാൻ സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നു എന്ന് അവിടുത്തെ തിരുവചനം പറയുന്നുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഒന്നും മറവായി കിടക്കുന്നില്ല, എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്ന കർത്താവെ. യേശുവെ, മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു, എന്നാൽ എന്റെ അപ്പ ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവമാണ് കർത്താവെ. ഞങ്ങളുടെ നിലവുകൾ നിരൂപണങ്ങൾ ഞങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ഞങ്ങളുടെ എല്ലാ ചിന്തനങ്ങളും അറിയുന്ന പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. നിന്റെ മക്കളെ രക്ഷിപ്പാൻ ആ കരങ്ങളല്ലാതെ മറ്റാർക്കും കഴിയില്ലപ്പാ. ആ പ്രദേശത്ത് കർത്താവ് യേശുവെ നന്ദി. ആ ലോകദേശത്തെ ഭരിക്കുന്നവർക്ക് കർത്താവെ ഒരു മാനസാന്തരം ദൈവം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
മനുഷ്യരാൽ അസാധ്യം എന്റെ ദൈവത്താൽ എല്ലാം സാധ്യമാണല്ലോ അപ്പ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവേശ്വരന്റെ പാദപീഠത്തിലേക്കാണല്ലോ അപ്പ ഞങ്ങൾ സമസ്ത വിഷയങ്ങളും സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, നീ മനുഷ്യരിൽ ആശ്രയം വയ്ക്കരുത്, യഹോവയിൽ ആശ്രയിച്ചുകൊള്ളുക, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, എന്റെ പിതാവിൽ ആശ്രയിച്ചുകൊള്ളുക എന്ന് എന്റെ അപ്പായുടെ വചനപ്രകാരം കർത്താവെ, ഞങ്ങൾ ഒരു മനുഷ്യരിലും അല്ലപ്പാ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നത്, എന്റെ പിതാവിലാണ് ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നത്. കർത്താവെ, ഒന്നോ രണ്ടോ പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് വിഷയങ്ങൾക്കും മറുപടി നൽകാമെന്ന് എന്റെ അപ്പായുടെ വാഗ്ദത്തം ഞങ്ങൾക്കുണ്ട്. കർത്താവെ, അങ്ങനെയെങ്കിൽ ഈ കർമ്മേൽ ഗ്രൂപ്പിൽ കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട ഐക്യമത്യത്തോടെ എന്റെ അപ്പായുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവെ, അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ എന്റെ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെ അപ്പ നൽകാത്തതൊന്നും ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ആവതില്ലപ്പാ. ദൈവമേ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വിശപ്പിന് മന്നയെ വർഷിപ്പിച്ച ദൈവം കർത്താവെ, നിന്റെ മക്കളായ ഞങ്ങൾ ആത്മീയ മന്നയ്ക്കായി യാചിക്കുകയാണ് കർത്താവെ. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, വരണ്ട നിലം വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ ആത്മരക്ഷയ്ക്കായി കൊതിക്കുന്ന മക്കളെ അവിടുത്തെ ആത്മാവിൽ ഒന്ന് നിറച്ച് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ബുദ്ധിയല്ല, ജ്ഞാനമല്ല കർത്താവെ. മാർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ ഒന്നിച്ചു കൂടിയിരുന്ന് ആരാധിച്ചപ്പോൾ കൊടിയ കാറ്റടിച്ചതുപോലെ കർത്താവെ, ഓരോ നാവും അഗ്നി നാവായി പിളർന്നതുപോലെ എല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ചതുപോലെ കർത്താവെ, കർമ്മേൽ ഗ്രൂപ്പിൽ കർത്താവെ, ഞങ്ങൾ ചുരുക്കം പേരായിരുന്നു കൊണ്ട് കർത്താവെ, എന്റെ അപ്പായുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ഒരു കൊടിയ കാറ്റടിക്കുവാൻ എന്റെ സ്വർഗം ഇടയാക്കണമേ. ഓരോ നാവുകളും പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവെ, അഗ്നി നാവായി പതിയാൻ ആ തീ ഒന്ന് ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ബുദ്ധി ജ്ഞാനവും ഒക്കെ അഫലമാകട്ടെ കർത്താവെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് പറയുന്നത് പോലെ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടല്ലപ്പ, ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. അഭിഷേകത്താൽ നിറയ്ക്കണമേ അപ്പാ. നാവിൽ ആ തീ ഒന്ന് ഇറങ്ങണമേ കർത്താവെ. ഓരോ മക്കളെയും സഹായിക്കണമേ അപ്പ. എല്ലാ തലമുറകളെയും പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിന്റെ ദുരന്തം കർത്താവെ, പറയുവാനാവതില്ലപ്പാ, ഞങ്ങൾക്ക് കേൾക്കാൻ കഴിവുമില്ല കർത്താവെ. എന്നാൽ അതിനെല്ലാം ഒരു പരിഹാരം എന്റെ അപ്പ മാത്രമാണ് കർത്താവെ. അങ്ങ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്ന് അരുളി ചെയ്ത കർത്താവെ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾ ആരും ആ പാവക്കൊടിയിൽ വീണു പോകാൻ എന്റെ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. അവര് സ്വദേശത്തായാലും വിദേശത്തായിരുന്നാലും എന്റെ അപ്പായെ മാതൃകയാക്കി ജീവിക്കുവാൻ എന്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു കുഞ്ഞു പോലും പാവക്കൊടിയിൽ വീണ് നശിച്ചു പോകാൻ ദൈവമേ, മാതാപിതാക്കളെ കണ്ണുനീർ കയത്തിൽ മുക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഞെരുങ്ങുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ. സ്വന്തമെന്ന് പറയുവാൻ തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത അനേക ഭവനങ്ങളുണ്ട് കർത്താവെ. വാടക പോലും കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ. നിന്റെ മക്കളുടെ പ്രാർത്ഥനകൾ കർത്താവെ, യാചനകൾ, അവരുടെ വിഷമങ്ങൾ, വേദനകളെപ്പാ അവിടുന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മതിയല്ലോ അപ്പാ, സകലതും ധന്യമായി തീരാൻ കർത്താവെ. ഒരു വാക്ക് അവിടുന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായി കർമ്മേൽ ഗ്രൂപ്പിൽ ദൈവമേ, നിന്റെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി വലിയവ ചെയ്തു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ അത്ഭുതം പ്രവർത്തിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായ അനേകർ ഭാരപ്പെട്ട് കിടക്കയിൽ അഭയം പ്രാപിച്ചവരുണ്ട് കർത്താവെ. എന്നാൽ എന്റെ ആവെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്ന് അനുഭവിച്ച് ജീവിച്ച് ഭരിക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരുടെയും കാൽക്കീഴിൽ ചെളിയായി ചവിട്ടിത്തേക്കാൻ ഒരു മാതാപിതാക്കളെയും ദൈവമേ നീ വിട്ടുകൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാൻ തക്കതായ തുണകളെ ലഭിക്കാതെ സാമ്പത്തിക ഞെരുക്കങ്ങൾ പുറത്ത് ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ ഞരങ്ങുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. എന്നാൽ ഏത് ഞരക്കങ്ങളും എന്റെ അപ്പായുടെ മുന്നിൽ മറവല്ല, എല്ലാം എന്റെ അപ്പൻ അറിയുന്നുണ്ട് കർത്താവെ. 2025 തന്നെ കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തക്കതായ തുണകളെ ഒരുക്കി നല്ല അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം കൊടുക്കുവാൻ എന്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചിവിള വിടുന്ന ഓരോ നിമിഷങ്ങളും കർത്താവെ, അത് ഞങ്ങൾക്ക് വൃഥാവായി പോകുവാൻ
എന്റെ അപ്പ അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം വിഷയങ്ങളുണ്ടല്ലോ കർത്താവെ, സമസ്തവും സകലവും കർത്താവെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്നപ്പാ. മറുപടി കണ്ട് സന്തോഷിക്കുവാൻ എന്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ അത് ഞങ്ങളുടെ അനുഗ്രഹത്തിന്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കൊരു തടസ്സമാകാൻ എന്റെ അപ്പ അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ശുശ്രൂഷിക്കാൻ കടന്നു വന്ന ദേവദാസിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ, ദൂതുകൾ, പ്രബോധനങ്ങളൊക്കെ കേട്ട് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ അത് എഴുതപ്പെടുവാൻ തക്കവണ്ണം എന്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്ത് പറ്റി? ഹലോ, ഞാനൊക്കെ സ്തോത്രം കർത്താവേ. ഇത്രത്തോളം സമയം കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കർത്താവെ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുമാറാകട്ടെ. സുശീലാമയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ ലോകരാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള സകല കുഞ്ഞുങ്ങളെയും, കുടുംബസ്ഥരായ കുഞ്ഞുങ്ങൾ തൊട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് കർത്താവെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി മോനിഷെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന പച്ച. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലെയും കുഞ്ഞുമക്കളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ജ്ഞാനവും വിവേകവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചിട്ടുള്ള കർത്താവെ, പിഞ്ചു കുഞ്ഞുങ്ങളെ കർത്താവിന്റെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പൈതലുകളൊക്കെയും കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവമേ, വളർന്നു വരുന്ന തലമുറ കർത്താവെ ദൈവത്തെ ഭയഭക്തിയോട് ആദരിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങൾക്കൊക്കെ ജ്ഞാനവും വിവേകവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ, എല്ലാ ഭവനത്തിലെയും കർത്താവ് കൊടുത്തിരിക്കുന്ന മക്കളെ കർത്താവിന്റെ പൊന്നുപാദത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് നല്ല ജ്ഞാനവും വിവേകവും ഉള്ള മക്കളായി കർത്താവെ വളർന്നു വരുന്ന തലമുറ കർത്താവിനെ അറിഞ്ഞു ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം കർത്താവെ ബുദ്ധിയും ബലവും ജ്ഞാനവും വിവേകവും മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കേരള ദേശത്തെ ഓരോ കുടുംബങ്ങളിലെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെയും നിന്റെ ദാനമാണല്ലോ അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് കർത്താവെ ഓരോ മാതാപിതാക്കളും എത്രയധികം വേദനയും പ്രയാസവും പെടുന്ന കർത്താവെ. കുഞ്ഞുങ്ങൾ കർത്താവെ വഷളായി മ്ലേച്ഛമായി നീതികേട് പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന മക്കളെ ഒക്കെയും ദൈവമേ തിരിച്ചു വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കരങ്ങളിൽ നിന്നും കർത്താവെ അവരെ ഒക്കെ എന്റെ ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ദുഷ്ടന്റെ തന്ത്രത്തിൽ അകപ്പെടുവാൻ ഒരു കുഞ്ഞുങ്ങളെയും വിട്ടുകൊടുക്കാൻ അനുവദിക്കരുത് യേശുപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ, കുഞ്ഞുങ്ങളെ ഒക്കെയും വീണ്ടും വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ അവർ പഠിച്ചിപ്പോ കർത്താവെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സൊക്കെയും കഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെയും കർത്താവെ വേറെ ദേശത്തൊക്കെയും പോയി പഠിക്കുവാനൊക്കെ പോകുമ്പോ കർത്താവെ അവരെ ദുഷ്ടൻ തൊടുവാൻ അനുവദിക്കരുത് കർത്താവെ. മയക്കുമരുന്നിനും മദ്യത്തിനും കർത്താവെ വേണ്ടാത്ത കാഴ്ചകൾക്കൊക്കെയും അവരുടെ കണ്ണും ചെവിയും ഒന്നും കൊടുക്കുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളെ ഒക്കെയും പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. അവിടുത്തെ വലത്ത് കൈ നീട്ടി മക്കളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. യേശുപ്പച്ച, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമീൻ, ആമീൻ.
പ്രാർത്ഥിച്ച മനുഷ്യ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കടഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി സന്ധ്യ മനോജിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയത്തിനായി സ്തോത്രം. വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടുമാറാകണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചു, പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ വെച്ച് ശ്രദ്ധ വെച്ച് കേട്ട് ന്യായമായി ഞങ്ങൾക്ക് ഉത്തരം തരും ദൈവമാകിയാൽ സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങിൽ മാത്രം ആശ്രയം വയ്ക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിഷയത്തിനു മേലും സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കണമേ. കടബാധിതയാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, കടം വീട്ടുവാനുള്ള വഴികൾ, വാതിലുകൾ സ്വർഗത്തിലെ ദൈവം തുറക്കുമാറാകണമേ. ഹിതമല്ലാത്ത കർത്താവെ സ്തോത്രം, യാതൊന്നും ചെയ്യുവാൻ പ്രവർത്തിപ്പാൻ കർത്താവ് അനുവദിക്കരുതേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകളിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണമേ. സമാധാനവും സന്തോഷവും ഇവിടുന്ന് കൽപ്പിക്കുമാറാകണമേ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലുയ ഹാലേലുയ. ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കർത്താവ് പൂർണ്ണ വിടുതലും സൗഖ്യവും ഇവിടുന്ന് കൽപ്പിക്കണമേ. മാരകമായ രോഗത്തിനടിമകളായി കഴിയുന്ന, ഹല്ലേലുയ, ചികിത്സയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മരണത്തോട് മല്ലടിച്ച് കിടക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. സ്വർഗത്തിലെ ദൈവം അവരോട് ദയ തോന്നി, മനസ്സലിവ് തോന്നി, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തോ അപ്രകാരമായി തിരുവാൻ കർത്താവ് സഹായിക്കണമേ. നിരാശകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങളെല്ലാം മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് മാറുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ ഹാലേലുയ്യ ഹാലേലുയ്യ. യേശു ക്രിസ്തു വീണ്ടെടുപ്പിന്റെ രാജാവെന്ന് മനസ്സിലാക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ഞങ്ങളുടെ കൂടിവരവുകൾ അനേകരെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കുന്നവരും അനേകരെ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിങ്കൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ച സിസ്റ്റർ സന്ധ്യയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്പെഷ്യൽ ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വചന സന്ദേശത്തിനുള്ള സമയമാണ്. അതിനിടയില് പാസ്റ്റർ ഇതുവരെ കേറിയിട്ടില്ല. ഉണ്ടോ? ആദരവോടെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Hallelujah. Praise the Lord. Hallelujah. 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 വീഡിയോ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരണേ. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. Hallelujah. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ആമേൻ. എന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 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 വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അല്പസമയം കർത്താവിന്റെ സന്നിധി ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ സമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 13 മുതൽ താഴോട്ട് വായിക്കാം. 13 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
ലൂക്കോസും അന്നു തന്നെ അവര് രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തേ എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെറുസലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഏത് എന്നവൻ അവരോട് ചോദിച്ചതിനെ അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിന് സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ. നാം കേട്ടത് അവരുടെ കണ്ണ് തുറന്നു. 13-ാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങിയത്, അന്ന് തന്നെ അവരിൽ 2 പേർ. അന്ന് തന്നെ എന്ന് ചോദിച്ചാൽ ആഴ്ചവട്ടത്തിന്റെ 24-ന്റെ 1-ാം വാക്യത്തിനകത്ത് നമുക്ക് കാണുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, അതായത് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ആ ഞായറാഴ്ച രാവിലെ ദൈവവചനം പഠിച്ചാൽ ഞായറാഴ്ച രാവിലെയോ ശനിയാഴ്ച ശബത്ത് കഴിഞ്ഞോ ഉള്ള സമയമെന്ന് നമ്മൾ തിരുവചനം പഠിച്ചാൽ അതിനകത്ത് കൃത്യമായി യേശു ഏത് സമയത്താണ് ഉയർത്തെഴുന്നേറ്റതെന്ന് തിരുവചന പ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം യഹൂദന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് തുടങ്ങുന്നത് വൈകിട്ടാണ്. വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയാൽ അടുത്ത ദിവസം 6 മണി വരെയാണ് ഒരു ദിവസം. അവരുടെ ഈവനിങ്ങിലാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ടാണ് അവരുടെ ഈ പറയുന്ന 3 രാവും 3 പകലും എന്ന് മോശ തുടങ്ങി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ആ വചനത്തിന്റെ നിവർത്തീകരണം. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി കഴിയുമ്പോൾ അവരുടെ ശബത്ത് കഴിയുകയാണ്. പിന്നെ രാത്രി ആയതുകൊണ്ടാണ് സ്ത്രീകൾ രാത്രിയിൽ സുഗന്ധവർഗവുമായി പോകുവാൻ കഴിയാതിരുന്നത്. അവർ അതികാലത്തെ, അതായത് ശബത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ അതികാലത്തെയാണ്, അത് ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ചയാണ് സഹോദരിമാർ സുഗന്ധവർഗവുമായി യേശുവിന്റെ കല്ലറയ്ക്ക് പോകുന്നത്. അങ്ങനെ ആ ഞായറാഴ്ച രാവിലെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും ബോധ്യമായി, അല്ലെങ്കിൽ മറിയയും കൂടെയുള്ള പ്രിയപ്പെട്ടവരും ചെന്നാണ് ആ വാർത്ത മറ്റുള്ള ശിഷ്യന്മാരെ അറിയിക്കുന്നത്. അവരാണ് ആദ്യം ചെന്ന് കണ്ട് ആ വാർത്ത മറ്റുള്ള ശിഷ്യന്മാരെ അറിയിക്കുന്നത്. അങ്ങനെ അവർ ആ വാർത്ത അറിഞ്ഞ ആ ഞായറാഴ്ച പകൽക്കാലം
അന്നു തന്നെ അവരിൽ ശിഷ്യന്മാരിൽ രണ്ടുപേര് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയാണ്. അവർ പോകുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. 14, 15, 16 വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർ പലതും സംസാരിച്ച് ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പോൾ ആ യാത്രയിൽ അവർ പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. രണ്ടുപേർക്കും പല അഭിപ്രായങ്ങൾ പറയാനുണ്ട്. യേശു തങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ സംസാരിച്ച, അവർക്ക് വെളിപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ 3 ദിവസം ഭൂമിയുടെ അടിയിലിരിക്കും. യോന കടലാനയുടെ വയറ്റിൽ ആയിരുന്നത് പോലെ 3 രാവും 3 പകലും ഞാൻ ഭൂമിയിൽ ഹല്ലേലൂയ കല്ലറയിലായിരിക്കും എന്നിത്യാദി കർത്താവ് അവരോട് കൂടെ ഇരുന്നപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവര് സംസാരിച്ചുകൊണ്ട് ഇവര് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഹല്ലേലൂയ, അങ്ങനെ പോകുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ, യേശു അവരോട് ചേർന്ന് നടക്കുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. 14, 15, 16 വാക്യങ്ങളാണ്. ആമേൻ. അടുത്ത് ചേർന്ന് നടന്നു. അവനെ കാണാതെ വണ്ണം, അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അതായത് യേശുവാണ് തങ്ങളുടെ കൂടെ ഉള്ളതെന്നുള്ള ബാഹ്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവർക്കില്ലായിരുന്നു. അവരോട് കൂടെ ഒരു യാത്രികൻ അല്ലെങ്കിൽ ഒരു അപരിചിതൻ എന്നോണം ഒരു വ്യക്തി അവരുടെ കൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, ഈ മൂന്നാമതുള്ള വ്യക്തിയോട് അവർ സംസാരിക്കുകയാണ്. മൂന്നാമതുള്ള വ്യക്തി ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ ഈ മൂന്നാമതുള്ള വ്യക്തിയോട് അവർ പറയുകയാണ്, യെരുശലേമിൽ സംഭവിച്ച ഈ വലിയ കാര്യങ്ങൾ നീ അറിഞ്ഞില്ലയോ എന്നൊക്കെ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ഹല്ലേലൂയ, 19-ാം വാക്യം 20-ാം വാക്യം താഴോട്ട് എഴുതിയിരിക്കുന്നത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസ്രയനായ യേശുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ചു, ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്നാശിച്ചു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഹല്ലേലൂയ. 3 ദിവസമായിട്ട് ഈ കാര്യങ്ങൾ, ഹല്ലേലൂയ, നടക്കുകയാണ്. അതായത് യേശു മരിച്ചിട്ട് 3 ദിവസമായി. ഇന്ന് 3-ാം നാൾ, ഹല്ലേലൂയ എന്ന ശിഷ്യന്മാർ പറയുമ്പോൾ യേശു അവരോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, യേശു അവരോട് സംസാരിച്ചു തുടങ്ങി. 25-ാമത്തെ വാക്യം, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ യേശു അവരുടെ കൂടെ നടന്ന് സംസാരിക്കുകയാണ്. യേശുവാണ് കൂടെ നടക്കുന്നതെന്നുള്ള ബോധ്യം അവർക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. ദൈവശബ്ദം കേൾക്കുമ്പോൾ അകത്തൊരു കത്തലുണ്ട്, അകത്ത് ഒരു സന്തോഷമുണ്ടെങ്കിലും ആ ദൈവശബ്ദത്തെ വേണ്ട വിധത്തിൽ തിരിച്ചറിയാനോ അതിനെ സ്വീകരിക്കാനോ എൻ്റെ കൂടെ യേശു ഉണ്ട്. എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട്. ഞാൻ ആയിരിക്കുന്ന ഇടത്ത് യേശു ഉണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമോ ആത്മഭാരമോ അല്ലെങ്കിൽ പലപ്പോഴും അതില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലമല്ല, ഈ വൈകിയ സമയത്ത് ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ, ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കുക, കർത്താവ് നമ്മളോട് സംസാരിച്ചു
കൊണ്ടിരിക്കുകയാണ്. യേശുവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം, ആമേൻ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ പറയുന്ന ആമേൻ ഓരോ വാക്കുകളിൽ ആമേൻ ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു വേദഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഈ മുഴുവൻ മെസ്സേജ് നിങ്ങളോടുള്ള ദൈവശബ്ദമായിരിക്കാം. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന കൂടിയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ആമേൻ ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം ആമേൻ സംസാരിക്കുന്ന വാക്കുകളെയോ ശബ്ദങ്ങളെയോ തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മുടെ ഹൃദയം അടഞ്ഞിരിക്കുന്ന, നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന ഒരു മേഖലയുണ്ട്. ഹല്ലേലൂയ. ആ മേഖല ഇന്ന് പകൽക്കാലം അല്ല, ഈ വൈകിയ സമയത്ത് അതൊന്ന് പൊട്ടി മാറുവാൻ, അതൊന്ന് തകർന്നു മാറുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ ആഗ്രഹിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് പലതും ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികൾ, ദൈവത്തിന്റെ ശബ്ദം, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയ നീരുറവ, ആമേൻ, ദൈവം തുറന്നിരിക്കുന്ന വഴികൾ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയാത്തത്? അതിന്റെ കാര്യം ഇതാണ്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ, ആമേൻ, അകത്തെ കണ്ണുകൾ അത് കാണുവാൻ കഴിയാതെ വണ്ണം അടഞ്ഞിരിക്കുന്ന അനുഭവമാണ്. അടഞ്ഞിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ആമേൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആമേൻ കാര്യങ്ങൾ കാണുവാൻ കഴിയത്തില്ല. ഒരു പക്ഷേ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി സംസാരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, യേശു കർത്താവ് ഒരു അപരിചിതൻ എന്ന പോലെ അവരോട് സംസാരിക്കുമ്പോൾ താഴേക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു, ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ആത്മീക ചൈതന്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആമേൻ, ദൈവിക സ്പർശനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ല, നിങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് സംസാരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവിക സ്പർശനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിശ്ചയമായി നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ നിന്റെ ശബ്ദത്തിനായി സ്തോത്രം, കർത്താവേ നിന്റെ സ്പർശനത്തിനായി സ്തോത്രം, കർത്താവേ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നമ്മൾ അങ്ങനെ പറയുമ്പോഴാണ് ആ ശബ്ദം കൂടുതൽ അടുത്തേക്ക് വരുന്നത്, അടുത്തേക്ക് വരുന്നത്. ആമേൻ, ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആമേൻ, ശമൂവേലിനെ ആമേൻ ദൈവം വിളിച്ചു, ശമൂവേലിനെ ദൈവം വിളിച്ചു. ആമേൻ. ശമൂവേലിനെ ദൈവം വിളിച്ചപ്പോൾ ശമൂവേലിന് ആ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശമൂവേലിന് അത് മനസ്സിലായില്ല. ആമേൻ. 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, ഓരോ പ്രാവശ്യവും ദൈവശബ്ദം കേൾക്കുമ്പോൾ അവനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ആരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ ശമൂവേലിന് കഴിഞ്ഞില്ല. ഓരോ പ്രാവശ്യം അവൻ ഓടി ചെല്ലുന്നത് ഏലി എന്ന് പറയുന്ന പുരോഹിതന്റെ അടുക്കലേക്കാ, അല്ലെങ്കിൽ ഏലി എന്ന് പറയുന്ന ആമേൻ ആ ദൈവദാസന്റെ അടുക്കലേക്കാണ് ഓടിച്ചെല്ലുന്നത്. എന്നാൽ ഏലി അവനോട് പറഞ്ഞു, ഇനി നീ എന്റെ അടുക്കലേക്ക് വരണ്ട. ആമേൻ. ഇനി ഒരു ശബ്ദം കേട്ടാൽ ആമേൻ നീ പ്രതികരിക്കുക, നീ പ്രതികരിക്കുക, നീ പ്രതികരിക്കുക, നീ പ്രതികരിക്കുക. നീ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നീ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ ആ ശബ്ദത്തിന്റെ ക്ലാരിറ്റി, ആ ശബ്ദത്തിന്റെ ആഴം, ആ ശബ്ദത്തിന്റെ വ്യക്തത, ആ ശബ്ദത്തിന്റെ ശക്തി ആമേൻ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ശമൂവേലിനോട് പറഞ്ഞു, ഇനി സംസാരിച്ച, ഇനി ആ ശബ്ദം നീ കേട്ടാൽ നിശ്ചയമായിട്ട് നീ ഇങ്ങനെ പറയണം, കർത്താവേ ആമേൻ ഞാനിതാ, എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് ആമേൻ സമയത്ത് പറയുന്നത് കേൾക്കുക. ആമേൻ. നിങ്ങളോട് ദൈവവചനത്തിൽ കൂടി ആത്മാവ് ഇടപെടുമ്പോൾ, ദൈവ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ നിങ്ങൾ അതിനെ റിസീവ് ചെയ്യുവാൻ, കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട്
എന്നോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, എന്നോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, എന്നോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, കൂടുതലായി എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ആ ശബ്ദം ഹല്ലേലൂയ ഈ മീറ്റിംഗ് കഴിയുമ്പോഴും അത് നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിഞ്ഞും ഇതിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലുള്ള ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ ശബ്ദം നിങ്ങളെ വിട്ടുമാറത്തില്ല, ഈ ശബ്ദം നിങ്ങളെ വിട്ടുമാറത്തില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ നിങ്ങളുടെ കരങ്ങൾ ഒന്ന് അടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അത് വലുതായി വരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കേൾക്കുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ദൈവശബ്ദം ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഈ ശബ്ദം നിങ്ങൾ കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുകൊണ്ട്, വശങ്ങളിൽ നിന്നുകൊണ്ട് ദൈവശബ്ദം നിങ്ങൾ ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കാം. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, ദൈവമാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ആ ശബ്ദം കേട്ട് നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്തകൾ ഡൈവേർട്ട് ആകുകയാണ്. പെട്ടെന്ന് നമ്മൾ യൂട്യൂബിലേക്ക് കയറുകയാണ്, പെട്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറുകയാണ്, പെട്ടെന്ന് നമ്മൾ ഫേസ്ബുക്കിലേക്ക് കയറുകയാണ്, പെട്ടെന്ന് വാട്സപ്പിലേക്ക് കയറുകയാണ്. ഹല്ലേലൂയ. അവിടെ കയറുന്നത് നിമിത്തം അല്പനേരം മുമ്പേ കിട്ടിയ ദൈവശബ്ദം അത് അടയപ്പെടുന്നു. ആ ശബ്ദം മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. ലൗകികമായ മറ്റ് പല ചിന്തകളോ വിഷയങ്ങളോ സംസാര വിഷയങ്ങളോ ഭോഗങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നത് കൊണ്ട് പലപ്പോഴും ദൈവശബ്ദത്തെ തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്തകളിൽ മനനം ചെയ്യുവാൻ, അതിനെ കുഴിച്ച് വീണ്ടും ആഴത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതെ പോകുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ഈ മീറ്റിംഗ് കഴിയുമ്പോഴും അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ദാവീദ് പറയുന്നത് പോലെ തിരുവചനം ധ്യാനിക്കേണ്ടതിന് ആ ദൈവശബ്ദത്തെ അയവിറക്കുക, ആ ദൈവശബ്ദത്തിലേക്ക് കയറുക, ആ ദൈവശബ്ദത്തിന്റെ ആ ആഴത്തിലേക്ക് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ദൈവം വീണ്ടും സംസാരിക്കുന്നത്. ആമേൻ, 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 ആമേൻ. ഇവിടെ കാണുന്നത് യേശു കൂടെ നടക്കുന്നുണ്ട്, പക്ഷേ ഇവർക്കത് മനസ്സിലാകുന്നില്ല. യേശു കൂടെ നടക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ യേശു ഉണ്ട്, യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. പലപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി കർത്താവിന് കൊടുക്കാമോ? മുൻഗണന ദൈവത്തിന് കൊടുക്കാമോ? നമ്മൾ ഈ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്നോ ദൈവമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കരുതൽ ഉണ്ടാകണം. എപ്പോഴും എന്റെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു കരുതൽ ഉണ്ടാകണം. എന്ത് കരുതൽ? ഹല്ലേലൂയ. എന്റെ കൂടെ യേശു ഉണ്ട്, എന്റെ കൂടെ യേശു ഉണ്ട്, എന്റെ അകത്ത് യേശു ഉണ്ട്. എന്നോട് സംസാരിക്കുന്നവൻ എന്റെ കൂടെ ഉണ്ട്, എന്നോട് ഇടപെടുന്നവൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം, ആ ബോധം അത് നമ്മളെ ഭരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ആ ദൈവശബ്ദം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ആ ദൈവശബ്ദം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ആ ദൈവശബ്ദത്തിന്റെ ആഴത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് ചലിക്കുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമുക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന അമ്മമാരും പിതാക്കന്മാരും മാതാക്കന്മാരും ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ, 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കരത്തിന് പിടിച്ച്, അവരുടെ കരത്തിന് പിടിച്ച് നമ്മൾ സ്ട്രീറ്റിൽ കൂടി പോകുമ്പോൾ നമ്മൾ മുമ്പോട്ട് നോക്കി പോകുമ്പോൾ തന്നെ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞിൽ നമുക്കൊരു ശ്രദ്ധയുണ്ട്. എപ്പോഴെങ്കിലും അവൻ കരം വിട്ട്, അവളോ ആ കുഞ്ഞ് കരം വിട്ട നമ്മളിൽ നിന്നൊന്ന് മാറി നിന്നാൽ, ഒന്ന് മാറിപ്പോയാൽ
നമ്മുടെ ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് തിരിയും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ സ്ട്രീറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ മാർക്കറ്റിൽ പോകുന്നു, പലയിടങ്ങളിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധ അവസ്ഥയിൽ എന്റെ കുഞ്ഞ് എന്റെ കൂടുണ്ട്, എന്റെ കുഞ്ഞ് എന്റെ കൂടുണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഒരു വേള ആ കുഞ്ഞ് നിങ്ങളുടെ കരം തട്ടിമാറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പെട്ടെന്ന് നിങ്ങൾ ആ കുഞ്ഞിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതനുഭവത്തിലാകട്ടെ, എപ്പോഴും ഏതനുഭവത്തിലും ഒരു കാര്യം ഉറപ്പിക്കുക, എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ യേശുവിനെ വിട്ട് ഞാൻ പോകത്തില്ല. ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം, വിവിധ വിധത്തിൽ നമ്മൾ ഇടപെടുന്നവരാണ്, വിവിധ ഇടങ്ങളിൽ നമ്മൾ ഇടപെടുന്നവരാണ്. എന്നാൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത ഉണ്ടാകേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ കൂടെ ഉണ്ട്, യേശു എന്റെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ അകത്തുണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങളെ ഭരിച്ചാൽ, ആ ബോധ്യത്തിൽ ചലിച്ചാൽ, എവിടെയും ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും, എവിടെയും ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. മനസ്സിലാകുന്ന കരങ്ങൾ ഉയർത്തി ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പലപ്പോഴും എന്തുകൊണ്ടാണ് ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും ആ ദൈവത്തിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ക്രിസ്തു കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യമോ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കർത്താവിനോട് പറയാൻ പറ്റുമോ? കർത്താവേ, എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ, എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, 17ന്റെ അവസാനം മുതൽ ഒന്ന് വായിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എഫെസോസിലുള്ള ദൈവമക്കളെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ കുറിച്ചുള്ള പൗലോസിന്റെ ഹൃദയത്തിലെ ഇഷ്ടം, എന്താണെന്ന് ചോദിച്ചാൽ ആ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പൗലോസിന്റെ പ്രാർത്ഥനയിൽ, എഫെസോസിലുള്ള ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ പ്രാർത്ഥനയിൽ താൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ഈ എഫെസോസിലെ ദൈവമക്കളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എഫെസോസിലെ ദൈവമക്കളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം, അകക്കണ്ണ് പ്രകാശിക്കണം. ഈ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പൗലോസിനെ പ്രേരിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എഫെസോസ് എന്ന് പറയുന്നത് ഒരു ഇരുട്ടിന്റെ സ്ഥലമായിരുന്നു. ഇരുട്ട് വാണുകൊണ്ടിരുന്ന എഫെസോസിൽ അർത്തിമസ് എന്ന് പറയുന്ന ഒരു അശുദ്ധ ശക്തി, ഒരു മഹാശക്തി എന്ന് നാട്ടുകാർ പറയുന്ന, അവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു ഇരുട്ടിന്റെ വ്യാപാരം ഭരിച്ചിരുന്ന ഒരു ദേശമാണ് എഫെസോസ് എന്ന് പറയുന്ന ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പട്ടണം എന്ന് പറയുന്നത്. എഫെസോസിലുള്ള ജനങ്ങളെ മുഴുവനും അവരുടെ കണ്ണുകളെ കുരുടാക്കി, അവരുടെ കണ്ണുകളെ അടച്ച ഹല്ലേലൂയ ദൈവിക ചിന്തയിലേക്കോ ദൈവിക
അനുഭവങ്ങളിലേക്കോ അവരുടെ കണ്ണുകൾ തുറന്ന് കാണുവാൻ കഴിയാതെ ഒതുക്കിയിട്ടിരുന്ന, തകർത്തിട്ടിരുന്ന ഒരു മേഖല അവിടെ ഉണ്ടായിരുന്നു, ഒരു മണ്ഡലം ആ ദേശത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ഒരു ഹൃദയത്തിന്റെ വേദന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമേ, ഇനി ഈ ശക്തി ഈ ജനത്തിന്റെ കണ്ണിനെ കുരുടാക്കരുത്. വചനം പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കുന്നു. അപ്പൊ കണ്ണുകളെ കുരുടാക്കുന്ന ഒരു ഇരുട്ടിന്റെ വ്യാപാരമുണ്ട്. ദൈവമക്കളുടെ കണ്ണുകളെ അടയ്ക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുന്ന, ആത്മമണ്ഡലം തുറക്കാതെ, അഭിഷേകത്തിന്റെ തലം തുറക്കാതെ, ദൈവകൃപയുടെ വ്യാപാരം തുറക്കാതെ ജനത്തെ ഒതുക്കി വച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ഇത് മുതൽക്കാലം ഈ വൈകിയ സമയത്ത് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ മീറ്റിംഗ് കഴിയുമ്പോ ചിലതിന്റെ കെട്ടിനെ പൊട്ടിക്കണം. ചില ദർശനങ്ങൾ കാണണം, ചില വെളിപ്പാടുകളിലേക്ക് കയറണം, ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇതിനകത്ത് തകർന്നു വീഴണം. ആ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. യേശു കൂടെ നടന്നിട്ടും യേശുവാണ് കൂടെ നടക്കുന്ന രൂപത്തിൽ അവരുടെ കൂടെ, ഹല്ലേലൂയ, വേഷത്തിൽ അവരുടെ കൂടെ ഒരു മനുഷ്യനായി യേശു കർത്താവ് കൂടെ നടക്കുന്നു എന്നുള്ള ആഴത്തിലുള്ള അനുഭവം അവർക്ക് അറിയുവാൻ കഴിയാതെ, അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ അടയ്ക്കപ്പെട്ട ഒരു മനസ്സിന്റെ മണ്ഡലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അല്ല ഈ രാത്രി ഞാൻ പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് തുറക്കട്ടെ. ഹൃദയത്തിന്റെ ആ നെയ്വലയൊന്ന് കീറി മാറട്ടെ. ഹൃദയത്തെ അടച്ചിരിക്കുന്ന ലോകത്തിന്റെ മ്ലേച്ഛതയുടെ, ലോകത്തിന്റെ ഇരുട്ടിന്റെ തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് തകർന്നു മാറട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവരുടെ അസാധാരണമായ ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ കടന്നു പോകുമ്പോ ചിലരുടെ കണ്ണിനെ പരിശുദ്ധ ആത്മാവ് തുറക്കുകയാണ്. ആത്മമണ്ഡലം തെളിവായി കാണത്തക്ക വിധത്തിൽ, ആത്മമണ്ഡലം ക്ലിയറായി കാണത്തക്ക വിധത്തിൽ ചിലരുടെ കണ്ണുകളെ ആത്മാവ് തുറക്കുകയാണ്. എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, എന്റെ ആത്മമണ്ഡലത്തെ അവിടുന്ന് തുറക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ചില നാളുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലോ ആത്മമണ്ഡലം തുറന്നിരുന്ന ചിലരുണ്ട്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ചില ഇരുട്ടിന്റെ മേഖലകൾ അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു. പണ്ടത്തെ പോലൊരു വെളിപ്പാടില്ല, പണ്ടത്തെ പോലൊരു ദർശനമില്ല, പണ്ടത്തെ പോലൊരു കാഴ്ചപ്പാടില്ല. പണ്ട് ആരാധിക്കുമ്പോൾ ദൈവശക്തി ശക്തമായി ചലിക്കുമായിരുന്നു. പണ്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തൊരു കൃത്യതയും വ്യക്തതയും അതിനകത്തൊരു അധികാരവും ഉണ്ടായിരുന്നു. എന്നാൽ പണ്ടത്തെ പോലൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എങ്കിൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, തിരിച്ചെടുക്കേണ്ട കാലഘട്ടമോ, അത് മടക്കിയെടുക്കേണ്ട കാലഘട്ടമോ, തകർക്കേണ്ടതിനെ തകർത്ത്, ഉടയ്ക്കേണ്ടതിനെ ഉടച്ച, പിഴുതു കളയേണ്ടതിനെ പിഴുതു കളഞ്ഞ ആത്മമണ്ഡലത്തിൽ ചലിക്കേണ്ട ഒരു കാലഘട്ടമോ. എഴുന്നേൽക്കാൻ എത്ര പേർ തയ്യാറാണ്? കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? എഫസോസിന്റെ വ്യാപാരം, എഫസോസിലുള്ള ദൈവസഭയെ, അവരുടെ കണ്ണുകളെ, അവരുടെ കാഴ്ചപ്പാടുകളെ മൂടിക്കളയുവാൻ സാധ്യതയുണ്ടെന്ന് പൗലോസിന് ആത്മാവിൽ മനസ്സിലായി. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. ഹല്ലേലൂയ. പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ തടയുന്ന, വെളിപ്പാടിന്റെ ആത്മാവിനെ തടയുന്ന, ജ്ഞാനത്തിന്റെ ആത്മാവിനെ തടയുന്ന, തടഞ്ഞ ജനത്തിന്റെ കണ്ണുകളെ കുരുടാക്കുന്ന ഏതെങ്കിലും ഒരു ഇരുട്ട് ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ജയം വ്യാപരിക്കാൻ പോകുക. നിങ്ങളുടെ മേൽ ഒരു അസാധാരണ ദൈവകരം ചലിക്കാൻ പോകുക. ഒരു അസാധാരണമായ അഭിഷേകം ചലിക്കാൻ പോകുക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. അസാധാരണമായ ചില ആത്മമണ്ഡലം ഇതിനകത്ത് തുറക്കട്ടെ. ദൈവകൃപയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഉടമകല ഹതുലവന, ഉടകമന ഹതുലരകടകന, ഉടകമന. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ
പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിൽ സ്തുതിക്കാൻ കഴിയുന്നവർ അന്യഭാഷയിൽ സ്തുതിച്ചാട്ടെ. അസാധാരണമായ ഒരാത്മമണ്ഡലം ഇതിനകത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവ ചലിച്ചു തുടങ്ങുന്നു. അത് ചലിച്ചു തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പറയുന്ന നിങ്ങളായിരിക്കുന്ന റൂമിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളായിരിക്കുന്ന വാഹനത്തിലോ ഇടത്തോ ആ അന്തരീക്ഷത്തെ ആത്മാവ് ടേക്ക് ഓവർ ചെയ്യുക. ആ അന്തരീക്ഷത്തിന്മേൽ ചുറ്റിയടിക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കാം. Albajanabara Hatala Beda, Rebagandara Vautala Bate, Rebagandara Vautaveramcha Sate, Lamtere Ramche, Lebada Kamanantara, Rebadana Garantala Vautaveracha, Rivelam de la Gautaveracha Sante, Lamtere Gaucha say, Ame Paulos in the concern on the Paulos in the concern, and then Paulos in the concern. Amen. Iveruda Hrude Driti Pishada Kerada, Iveruda Hrude Driti Toran the Gatakan, Eshuvana Namatal, in the Ame Sametina Parate, Ame സഹോദര പറഞ്ഞാട്ടെ, സഹോദരി പറഞ്ഞാട്ടെ, കുഞ്ഞെ പറഞ്ഞാട്ടെ, ആമ എന്റെ ഹൃദയ ദൃഷ്ടി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമ ഇന്നലകളിൽ ഏതെങ്കിലും ബന്ധനം, ഏതെങ്കിലും കെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആമ എന്റെ കണ്ണടയത്തക്ക വിധത്തിൽ, എന്റെ അകക്കണ്ണ് ആമ ഇരുട്ടാകത്തക്ക വിധത്തിൽ ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ സാഹചര്യം എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആമൻ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അതിനെ തകർത്തു പ്രാർത്ഥിക്കുകയാണ്. എത്ര പേർക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു അസാധാരണമായ ആത്മമണ്ഡലം ഇതിനകത്ത് ചലിക്കട്ടെ. ഒരു അസാധാരണമായ അഭിഷേകം 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 യേശുവിൻ നാമത്തിൽ, അഭിഷേകം യേശുവിൻ നാമത്തിൽ, അഭിഷേകം യേശുവിൻ നാമത്തിൽ, അഭിഷേകം ഇതിനകത്ത് യേശുവിൻ നാമത്തിൽ ചലിക്കട്ടെ. Lagaja, Valaga, Raboda, Levadaka Valante, Lagadam Teraboute, Rabote, Lagamanta Labote, Ramba, Lamtere, Gaucha, Tele, Lamtere, Regada, Gaucha, Reta, Levaganta Laboche, Varante, Ramcha, Eshuvinadigaram Lamatel, Eshuvinadigaram Lamatel, Atma will Pratichata, Atma will Pratichata, Atma will Pratichata, Odaga, Jagavalagada, Galagantara, Eshuvinamatel, Eshuvinamatel, Watan Parina Ringariana, Ami Yeshum, രണ്ടുപേരും കൂടെ ചേർന്ന് മുമ്പോട്ട് പോകുകയാണ്. എന്നാൽ ആ രണ്ടുപേർ പാർക്കുന്ന ഇടത്ത് അവരെത്തിയപ്പോൾ യേശു മുമ്പോട്ട് പോകുന്ന ഭാവം നടിച്ചു. ഹല്ലേലൂയ. യേശു മുമ്പോട്ട് പോകുന്ന ഭാവം നടിച്ചു. എന്നാൽ അവർ രണ്ടുപേരും പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, വി നീഡ് യു ലോർഡ്, ഓർ ഹല്ലേലൂയ, നീ ഞങ്ങളുടെ കൂടെ വരണം. എന്തോ ഒരു ആത്മബന്ധം അവിടെ വ്യാപരിച്ചു. കുറച്ചു നേരം അവർ സംസാരിച്ചോണ്ട് വരികയാ. ആമേൻ, ആ സംസാരത്തിനിടയിൽ ഇവർക്ക് ഇദ്ദേഹത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. കാരണം അകത്ത് വ്യാപരിക്കുന്ന ശക്തി, ആമേൻ, ഹല്ലേലൂയ, കൂടെ നടക്കുന്നവന്റെ ശക്തിയാ. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. അകത്ത് വ്യാപരിക്കുന്ന ശക്തി കൂടെ നടക്കുന്നവന്റെ ശക്തിയാ. ആമേൻ, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. ആമേൻ, അവിടെ ചെന്നപ്പോൾ അവര് പറയാണ്, ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണം. ഹല്ലേലൂയ, ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണം. ആർ യു റെഡി ടു റിസീവ്? ആമേൻ, നിങ്ങളെ കർത്താവിനെ ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഫെലോഷിപ്പ് ആമേൻ അത് വലുതാകുന്നതെന്ന് ചോദിച്ചാൽ, അവൻ നിങ്ങൾ അനുഭവിക്കും തോറും കൂടുതൽ ആഗ്രഹിക്കുകയും അവൻ കൂടുതൽ അതിനായിട്ട് മുമ്പോട്ട് പോകുകയും ചെയ്യുമ്പോഴാണ് ആ കൂട്ടായ്മയുടെ ബന്ധം വർദ്ധിക്കുന്നത്, അതിന്റെ ബലം വർദ്ധിക്കുന്നത്. അവിടെ യേശു മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്ന ഭാവം നടിച്ചപ്പോൾ അവൻ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് പറയാണ്, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടെ കൂടെ വാ. ഹല്ലേലൂയ. ഒന്ന് പറയാൻ പറ്റൂ, കർത്താവേ ഞങ്ങളുടെ കൂടെ വാ. ആമേൻ, ആ സാന്നിധ്യം എന്റെ കൂടെ ഒന്ന് വരട്ടെ, ആ സാന്നിധ്യം എന്റെ കൂടെ ഒന്ന് വരട്ടെ, ആ സാന്നിധ്യം എന്റെ കൂടെ ഒന്ന് വരട്ടെ. യേശുപ്പാ, അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ ഒന്ന് വരട്ടെ. യേശുപ്പാ, ഒന്ന് പറയാമോ? ഒന്ന് വിളിച്ചു പറയാവോ? ആ പാരമ്പര്യത്തിന്റെ പ്രാർത്ഥനയുടെ കെട്ടുപൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മതലത്തിന്റെ ഓമേ മണ്ഡലത്തിലേക്ക് ഒന്ന് കയറിയാട്ടെ.
യേശുപ്പാന്റെ കൂടെ ആ സാന്നിധ്യത്തെ ഞാൻ വിടത്തില്ല, ആ സാന്നിധ്യത്തെ ഞാൻ വിടത്തില്ല. ആമേ, ആ സാന്നിധ്യത്തെ ഞാൻ വിടത്തില്ല, ആ അഭിഷേകത്തെ ഞാൻ വിടത്തില്ല, ആ സാന്നിധ്യത്തെ വിടത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച, ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച, ആമേൻ, അവനെ അവരോട് കൂടെ ക്ഷണിച്ച അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിലിരുന്ന് ആ വീട്ടിലിരുന്ന യേശു കർത്താവ് അപ്പം നുറുക്കുമ്പോൾ വചനം പറയുന്നു, ആമേൻ, ചില ദിവസങ്ങളായിട്ടോ ചില നാളുകളായിട്ടോ അടയപ്പെട്ട കണ്ണിനെ ആമേൻ സ്വർഗം തുറന്നു. ഒരു പുതിയ വെളിപ്പാടിന്റെ തലം, ഒരു പുതിയ വെളിപ്പാടിന്റെ തലം. ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, ഹല്ലേലൂയ. ഫെലോഷിപ്പിന്റെ ആമേൻ, ദൈവിക കൂട്ടായ്മയുടെ, ആത്മാവിന്റെ കൂട്ടായ്മയുടെ അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, വെളിപ്പാടിന്റെ തലം തുറക്കപ്പെടും, വെളിപ്പാടിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഓ ഹാലെ, മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്? വെളിപ്പാടിന്റെ പുതിയ തലത്തിലേക്ക്, വെളിപ്പാടിന്റെ പുതിയ മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കയറ്റും. അവിടെ എഴുതിയിരിക്കുന്നതാ, അവൻ അവരോട് കൂടെ ഇരുന്ന് അപ്പം നുറുക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം ചിലരുടെ കണ്ണുകളെ ആത്മാവ് തുറക്കട്ടെ, ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. പിശാച് നിന്നെ കവളിപ്പിച്ച, പിശാച് നിന്നെ കണ്ണിനെ കുരുടാക്കി, ഹല്ലേലൂയ, ഒരു കണക്കിനും ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞ നിനക്കെതിരെ നിൽക്കുമ്പോ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ലബഗജനാധന ഹച്ചസെ രഗംധര പ്രൗഠിയാല രഗ ജഗനി ഹതുര റിയൽഖെ റോബോ ശരമനധ രഗബഗ ജലവട ഗുക്ഷരാതിയ ആൽബ ജഗാല ബംധരേഗ ഔഢ ബരഗക്ഷസെ ലബരിയാധ ലബര ഘോലിയ ധിരേശരബ ആന്ധലോ ധുരാഖ ബാലഭാഷ ലബര ഗഡഗൽ ഖബല ബരബശ്യര ആംദേ ലബട ഗൗഷര ധിയൽഖമ ആംദേ രഗൽ ഖമന ഗഡഗസ്യാധന ആൽബ ജാരബൗഷര ബൽഖെ ബലേ പരിശുദ്ധാത്മാവ് ഇവിടെ ആയിരിക്കുന്ന അപ്പർ റൂം പ്രയർ. ഹല്ലേലൂയ. പ്രിയ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, മോശയുടെ മേലൊരു വലിയ കോൾ ഉണ്ടായിരുന്നു, വലിയൊരു വിളി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടം വരെ ആ കോളിന്റെ ആഴം അവൻ അറിയത്തില്ലായിരുന്നു, ആ കോളിന്റെ ആഴം അവൻ അറിയത്തില്ലായിരുന്നു. അവനെ വിളിച്ചു മുമ്പോട്ട് നടത്തിയപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്കിത് പറ്റത്തില്ല. ഞാൻ തടിച്ച നാളുള്ള മനുഷ്യനാണ്, ഞാൻ വിക്കനാണ്. എക്സ്ക്യൂസുകൾ, എനിക്കത് പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ, പ്രത്യേക അധികാരവും പ്രത്യേക അഭിഷേകവും പകർന്ന ഹല്ലേലൂയ, അവൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ചില ആത്മമണ്ഡലങ്ങളിലോ അവന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ചില അധികാരത്തിന്റെ മേഖലകൾ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ മോശയെ ദൈവം ട്രാൻസ്ഫോം ചെയ്തു. ദൈവം ട്രാൻസ്ഫോം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ, അവന്റെ മേലുള്ള വിളിയുടെ ആഴം അവൻ അറിയത്തില്ലായിരുന്നു, അവന്റെ മേലുള്ള വിളിയുടെ ആഴമോ അതിന്റെ ശക്തിയോ അറിയത്തില്ലായിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു വേള ഹല്ലേലൂയ ആഴം ദൈവം വെളിപ്പെടുത്തി, അധികാരം ദൈവം കൊടുത്തു. ചില ആത്മമണ്ഡലങ്ങളിലേക്ക് ഫറവോന്റെ ശക്തിയുടെ തലത്തെ ബ്രേക്ക് ചെയ്യത്തക്ക വിധത്തിൽ ഫറവോന്റെ ശക്തി ആ ദേശത്തെ കവർ ചെയ്തിരുന്ന ഏകദേശം 430 സംവത്സരം ഇസ്രായേലിനെ കവർ ചെയ്തിരുന്ന ഒരു ഇരുട്ടിന്റെ മേഖല അതിനെ ബ്രേക്ക് ചെയ്ത ജനത്തെ ചെങ്കടൽ കടത്തി അക്കരെ കൊണ്ടുപോകത്തക്ക വിധത്തിൽ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ അവന്റെ മേൽ ഏൽപ്പിച്ച, അതിനായി നിയോഗിച്ചയച്ചതുപോലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ, ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ ചില വഴികൾ വെട്ടിത്തുറന്ന് കൊടുക്കത്തക്ക വിധത്തിൽ ചിലതിന്റെ മുമ്പിൽ ചില വഴികൾ വെട്ടിക്കളന്ന കൂടെ വന്നവരുടെ കൈയല്ല ചെങ്കടലിന്റെ മീതെ നീട്ടിയതാ. ഹല്ലേലൂയ. അധികാരം കൊടുത്തവന്റെ കൈ നീട്ടി കൂടെ ഉള്ളവരെ അക്കരെ കൊണ്ടുപോകുവാൻ
അത്ഭുത രമക്ഷസേ ലഗതക മഖചലഗക്ഷസിയ അധുരാധകനകസ്യ എന്ന വിധത്തിൽ ദൈവത്തിന്റെ ചില നിയോഗങ്ങൾ, ദൈവത്തിന്റെ ചില ദൈവത്തിന്റെ ചില മുൻനിർണയങ്ങൾ പരിശുദ്ധാത്മാവ് പറയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ദാസരെ, ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനമേൽ ിരിക്കുന്നു എന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ മോശയ്ക്ക് ഹല്ലേലൂയ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അൺസർട്ടിനിറ്റികൾ ഉണ്ട്. ഹല്ലേലൂയ ഒരു മാനുഷികമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് മോശയുടെ മുമ്പിൽ ദൈവം വെച്ചിരുന്നത്. ഹല്ലേലൂയ ചെങ്കടൽ, മാറ, ഹല്ലേലൂയ പാറ, ഹല്ലേലൂയ എന്നിത്യാദി നൂറുകണക്കിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്ത മാനുഷിക സൊല്യൂഷനുകൾ ഒരു വിധത്തിലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള കട്ടിയേറിയ വിഷയങ്ങളാണ് വെച്ചിരുന്നത്. പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയും രമശക മനാസിയ ലാന്തരെ ഖൗഡര വശസ്യ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു കേവലം കൈ നീട്ടിയോ കേവലം വടിവെട്ടിയിട്ടോ ഈ വലിയ വിഷയങ്ങളെ സൊല്യൂഷൻ ഉണ്ടാക്കി അക്കരെ കൊണ്ടുപോകുന്ന ഒരു ദൈവപ്രവൃത്തി ദാസരെ നിന്റെ ജീവിതത്തിൽ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും ആ വിധത്തിൽ ചില ചലനങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. മേഘം പോലെ നിൽക്കുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അത് വെട്ടിമാറപ്പെട്ട ചെങ്കടൽ വഴി തുറന്നതുപോലെ ചില വഴിയും ചില വാതിലുകളും ചില വഴികളും ചില വാതിലുകളും തുറക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. സൊല്യൂഷൻ ഇല്ലാത്ത കേസുകൾ നിസാരമായിട്ട് ഹല്ലേലൂയ ആഴത്തിൽ വീണുപോയ കോടാലി പൊങ്ങി വരുവാൻ സാധ്യതയില്ലാതിരുന്നപ്പോൾ കൈ നീട്ടി നീന്തി വന്ന പൊങ്ങി വന്ന കോടാലി എടുത്തെന്നൊക്കെ പറയുന്നത് പോലെ ചിലതൊക്കെ ഹല്ലേലൂയ ഉടകമ ഹതുര വൗഠ്യാൽക്കമന അൽബജനാവര ഹത്തുല വേല രവഗത്തുര ഘടകസ്യ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഉടകം തേരെ ഭൗഠാരാബ റീഘമാന വൈഡാരാജ അധൂരാബാല ഭൗഷസ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആ ഹൃദയ ദൃഷ്ടി എല്ലാവരും തുറക്കട്ടെ. നിങ്ങളുടെ മിറക്കൽ നിങ്ങളുടെ തൊട്ടടുത്തിരിപ്പുണ്ട്. നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ തൊട്ടടുത്താണ്. പക്ഷേ ഹല്ലേലൂയ കണ്ണൊന്ന് തുറക്കുന്നത് വരെ കണ്ണൊന്ന് തുറക്കുന്നത് വരെ പലപ്പോഴും അതിനെ കാണാൻ കഴിയുന്നില്ല. ഓ റെക്കെ ലെബ സലാഥര റുഖോ ലബെരോറ്റ റാഷ ലെമന ഹസന അർത്തന ജൂഡമന അൽകല വൗഢ്യ ബാല വൗഢ്യ കബേല ലഖോ ലഗായ ഖമാന ഹദുര അംധേ രഗല ഖൗഡ റിഘ വൈഡ രഗ ലേബ രേബ തേരെ ഹൽകെ രേബ അന്തരെ ചകല ഘടകതി അൽഖന അന്തലെ രൂഖഷ. അവൻ മോളി സാമുവേൽ എന്ന് പറയുന്ന പ്രിയ സഹോദരിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ഭാരം ഒരു ഭാരം ആ ഭാരം ഒരു വിഷയം, ഒരു ഭാരം, ആ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു ഭാരം, ഒത്തിരി കാര്യങ്ങളല്ല പറയുന്നു, ഒന്ന് ഹല്ലേലൂയ അതിനകത്തൊരു ദൈവകര ചലിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് വ്യാപരിക്കുന്നു, ഇപ്പോൾ അത് ചലിക്കുന്നു, ഇപ്പോൾ അത് ചലിക്കുന്നു. യേശുവിന്റെ നാമത്തെ മഞ്ഞ് ഉരുകുന്നത് പോലെ അതിന്റെ സൊല്യൂഷൻ, അതിന്റെ വിടുതൽ മുമ്പിൽ വെളിവായി വരുന്നു. ആ ഭാരം മഞ്ഞ് ഉരുകുന്നത് പോലെ, കല്ല് ഉടയുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചോണ്ടിരുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ.
കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവൻ ദൈവീയ സൗഖ്യം, സൗഖ്യം ആവശ്യമുള്ളവർ, അവൻ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരം വെച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രോഗമുള്ളവർ, സൗഖ്യം ആവശ്യമുള്ളവർ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ കരം അങ്ങയുടെ മക്കൾ അവരുടെ വിഷയത്തിന്റെ മുകളിൽ വെച്ചിരിക്കുമ്പോൾ, അവരുടെ ശരീരത്തിൽ വെച്ചിരിക്കുമ്പോൾ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം അവരുടെ ശരീരങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരം ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഉപയോഗിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അധികാരം, ആ സൗഖ്യം ഒരു ശരീരത്തിന് മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണം, മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു വിടുതലോ സൗഖ്യമോ ദൈവശബ്ദമോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കോൺടാക്ട് ചെയ്ത് ആ ടെസ്റ്റിമണീസ് പറയാവുന്നതാണ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. സ്തോത്രം കർത്താവേ, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ, ആലോചനകള്, വചന ശുശ്രൂഷ എല്ലാം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയതിനാലും നന്ദി പറയുന്നു. ഞങ്ങൾ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ അഭിഷിക്തനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പാസ്റ്റർ, ആശീർവാദം കൂടി പറയാം. മനോജ് ബ്രദർ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യും. പാസ്റ്റർ, ഒരു റോഷ്ന എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ അതിന്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മനോജ് ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവെ, റോഷനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പ്രിയ വ്യക്തി ഏത് വിഷയമായിട്ടാണ് ഇതിനകത്തായിരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരുടെയും കരം റോഷനയുടെ നേരെ ഒന്ന് നീട്ടിയാട്ടെ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതത്തിന്റെ കരം ആ വ്യക്തിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ്, ഏത് വിഷയമാണ് ഇപ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ഞങ്ങൾ കാണാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവെ, അസാധാരണമായ കരം ആ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്ലീസ് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ ശബ്ദങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ തണുപ്പിച്ചതിനാല സ്തോത്രം. ഞങ്ങളുടെ ചിന്താകുലങ്ങളെ തണുപ്പിച്ചതിനാല സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് മിനിസ്ട്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനേക അഭിഷിക്തന്മാർ വന്ന് കർത്താവിൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ശക്തിയോടെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഉത്തേജനം കൊടുക്കുന്നതിനാൽ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്നും പരിശുദ്ധാത്മാവിൽ സംസാരിച്ച പ്രിയ അഭിഷിക്തദാസനായ ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ തലങ്ങൾ വീണ്ടും തുറക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. അതിരുകളെ വിസ്താരമാക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രിയദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, രാജ്യത്തിന്റെ പുറത്തോട്ട് പലായനം ചെയ്യുവാനുള്ള ദൈവത്തിന്റെ നിയോഗം ഈ ദിവസങ്ങളിൽ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താൻ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിത്തരുവാൻ തക്കവണ്ണം കർത്താവ് വലിയ കാര്യങ്ങൾ ഇപ്പോഴായിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് ഒരു തുടക്കം കുറിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വെളിപ്പാടും ദർശനങ്ങളാലും നിറയ്ക്കണമേ. അത്ഭുതത്തിന്റെ കരം പ്രിയദാസന്മേൽ വെച്ച് ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹമായിരുന്നു. കർത്താവിൽ പൊരുന്നിരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. മോശയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ അവന്റെ ത്വക്കിനെ പ്രകാശിപ്പിച്ചു, കണ്ണു മങ്ങിയിട്ടില്ല എന്ന് തിരുവചനത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ അവിടുത്തെ സാന്നിധ്യത്തിൽ നടപ്പാൻ, അവിടുത്തെ കൃപയിൽ നടപ്പാൻ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ത്വക്കുകളെ കവർ ചെയ്യുവാൻ തക്കവണ്ണം, കർത്താവെ അത്ഭുതത്തിന്റെ പ്രകാശം കാണുവാൻ തക്കവണ്ണം, ദൂരെ നിന്ന് കനാൻ കണ്ട് സ്തോത്രം സന്തോഷം പ്രാപിച്ച് തന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വവും വിളിയും തിരഞ്ഞെടുപ്പ് ഇന്നതെന്ന് മനസ്സിലാക്കി കനാനിൽ പട്ടണത്തിൽ നിന്ന് ദൂരെ പ്രവേശിച്ച് കർത്താവെ മറുരൂപ മലയിൽ യേശു ഒരുമിച്ച് സ്തോത്രം ദൈവ സാന്നിധ്യത്തിൽ നിന്ന സാന്നിധ്യം
കർത്താവെ മോശയുടെ ജീവിതത്തിൽ മുൾപ്പടർപ്പിൽ ആരംഭിച്ച ദൈവിക സാന്നിധ്യം അന്ത്യം വരെയും നിലനിന്ന് കർത്താവിനെ സ്തോത്രം നല്ലൊരു അടക്കം പ്രാപിച്ച് അവൻ നിത്യയുടെ തുറമുഖത്തെത്തി തരുവാൻ അങ്ങ് സഹായിച്ചല്ലോ. ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾ പലായനം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് പെട്ടകത്തിൽ കയറി കർത്താവ് ഉറപ്പിക്കുന്ന ചില അരാരാധ്യകളുടെ മുകളിൽ കർത്താവെ ഞങ്ങൾ ഒരു അടയാളമായി അത്ഭുതമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പുറപ്പെടുന്ന പടകുകൾ കർത്താവ് അശ്വനി ചിഹ്നമുള്ള പടകുകളാക്കി തീർപ്പാൻ തക്കവണ്ണം പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ സാന്നിധ്യവും കൃപയും നിറഞ്ഞ ജീവിതം, ആത്മീയ ജീവിതം കർത്താവെ ഞങ്ങളെ നിത്യയോടെ തുറമുഖത്തെത്തിപ്പാൻ അനേക പേരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കെട്ടപ്പെട്ട അനേക കിടക്കുന്ന ദ്വീപുകളിൽ കിടക്കുന്ന വനാന്തരങ്ങളിൽ കിടക്കുന്ന അനാഥരായി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. കർത്താവെ ലീഡ് ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് ശക്തിയും ബലവും കൊടുക്കണമേ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമാറാകണമേ. സങ്കീർത്തനം വായിച്ച് സഹായിച്ച പ്രിയദാസിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കണമേ. ശക്തിയോടെ ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡർഷിപ്പിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രേസ് മിനിസ്ട്രി ശിഷ്യത്തിന്റെ മിനിസ്ട്രി ആയിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിച്ചേർപ്പാൻ അനേക പേരെ കൂട്ടിച്ചേർപ്പാൻ തക്കവണ്ണം ശക്തിയോടെ ദൈവവേലയിൽ വിശ്വസ്തത ആചരിച്ച് മുൻപോട്ട് പോകാൻ ഒരുപോലെ സഹായിക്കണമേ. പ്രാർത്ഥിച്ച വിഷയത്തിന്റെ നടുവിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ. വരും ദിവസങ്ങളിൽ വലിയ സാക്ഷ്യം കൂറുവാൻ തക്കവണ്ണം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത് പോലെ ദൈവപ്രവൃത്തി ലോകമെമ്പാടും വെളിപ്പെടുവാൻ തക്കവണ്ണം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഒരപ്പന്റെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ആ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ വലിയ അത്ഭുതം കണ്ട് കർത്താവെ അനേക പേരെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുപോകാൻ നിത്യയുടെ തുറമുഖത്തെത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ കുഞ്ഞുങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന വചനം അത് പൊരുന്നിരുന്ന് ഞങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുപോലെ അനുഗ്രഹിക്കണേ. അഭിഷിക്തദാസനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മേഖലകളിലെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 വലിയൊരു പുറപ്പാട് ദേശത്തിന്റെ നടുവിൽ നിന്നും പുറപ്പെടുവാൻ തക്കവണ്ണം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറവ തുറന്നിരിക്കാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. സാമ്പത്തികമായി ആത്മീയമായി കർത്താവ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കണമേ. തലമുറയുടെ വിഷയത്തിന് മേൽ ഭാരപ്പെടുന്ന ചിലർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില ചോദ്യചിഹ്നങ്ങൾ അത്ഭുത ചിഹ്നമായി ആശ്ചര്യ ചിഹ്നമായി ദേശത്തിന്റെ നടുവിൽ കർത്താവെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം കൂറുവാനുള്ള ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കായ സ്തോത്രം. നാഡീനരമ്പുകളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ആകൃതിയാകണമേ. അത്ഭുതമായി ദേശത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ കൊടുക്കുന്ന ഭാഗ്യത്തിനായ സ്തോത്രം. വിവിധ വിഷയങ്ങൾ തിരികടത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുവരെ യുമാനുവേലിന്റെ ചിറകറിയിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണം. പ്രിയ ഗ്രേസി ആന്റിക്കായ സ്തോത്രം. ഈ ദിവസങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. അവിടെ നിലനിന്ന് ഫലം കായ്പാൻ തക്കണം. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കണം അങ്ങ് സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണേ. കൊടുത്തിരിക്കുന്ന നല്ല പ്രാർത്ഥനാ ജീവനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണമേ. ഇടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവിന്റെ ആശീർവാദം പറഞ്ഞാട്ട്. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംരക്ഷണവും കടന്നു വന്ന എല്ലാവരുടെ മേലും എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. God bless you all. Good night all. Thank you, Pastor. Thank you. Manoj brother. Thank you.